ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഏതാ പുസ്തകം? വിലാപങ്ങൾ, വിലാപ് ഗീത്, ചാപ്റ്റർ 3 വേഴ്സസ് 22 to 24. विलाप गीत 3रा अध्याय 22 से 24 तक. कोई हिंदी में पढ़कर मदद कीजिएगा. हम मिट नहीं गए, यह यहोवा की महाकरुणा का फल है, क्योंकि उसकी दया अमर है। प्रति भोर वह नई होती रहती है, तेरी सच्चाई महान है। मेरे मन ने कहा, यहोवा मेरा भाग है, इस कारण मैं उसमें आशा रखूंगा. ഒരു നിമിഷം നമുക്ക് ഈ വചനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം യേശുവപ്പ. കർത്താവെ, നൽകി തന്ന വചനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ. കർത്താവെ, ഇന്നത്തെ കർത്താവെ കൂട്ടായ്മയ്ക്കായി കൂടി വന്നിരിക്കുന്ന അടികളെ ഓരോരുത്തരെയും അപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകി തന്ന ഈ വചനത്തിനായി നന്ദി കർത്താവെ. ദൈവമേ, ഞങ്ങളെ കർത്താപ്പച്ച പോഷിപ്പിച്ച് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഈ വചനത്തെ കർത്താവ് ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹിച്ചു തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലവിധ ആവശ്യങ്ങളുമായി കടന്നു വന്നിരിക്കുന്നവരാണല്ലോ കർത്താവ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് മതിയായ വചനമാക്കി കർത്താവ് ഇതിനെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒക്കെയും അങ്ങയുടെ നാമമഹത്വത്തിനാക്കി തീർക്കണമേ. ആദ്യോടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കണമേ അപ്പ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ വചനം, ഇന്നത്തെ നമ്മുടെ കുറിവാക്യം വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. आज का हमारा जो मनन के लिए चुना हुआ पद विलाप गीत के पुस्तक से है. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഏകദേശം അവസാന സമയങ്ങളിൽ അഥവാ നമ്മുടെ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നിന്ന് വചനം എടുത്ത് എന്നൊരു ചിന്ത കടന്നു വരാം. इस उपवास प्रार्थना के हम अप्रोक्स लास्ट अंतिम दिनों में आप पहुंचे हैं, तो हम काफी एक चाहत के साथ, उम्मीद के साथ आज बैठेंगे. പക്ഷേങ്കില് നമുക്ക് ഈ ഒരു നമ്മൾ വായിച്ച ഈ വാക്യം പലപ്പോഴും എന്റെ ജീവിതത്തിൽ എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടും ഈ വാക്യം ഷെയർ ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചു. ये जो पद हमने यहाँ पे जो पढ़ा, ये आयत कई बार मेरे जीवन के मुश्किल के समय में मुझे कई बार बलवंत किया है, तो मैंने सोचा कि मैं आज पद से यहाँ पे आप लोग के बीच में भी बांटूंगी. ഇതിന്റെ 22ാമത്തെ വാക്യം, 3-ാം അധ്യായം 22ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. यहाँ 30 के 22 में इस प्रकार से हम पढ़ सकते हैं कि हम मिट नहीं गए, यह यहोवा की महाकरुणा का फल है, क्योंकि उसकी दया अमर है. ഇത് വളരെ നമുക്ക് ദൈവത്തിന്റെ ദയയും കരുണയെ കുറിച്ചൊക്കെ ഈ വചനത്തിൽ കാണുന്നു. इस समय हम परमेश्वर की महाकरुणा और उसकी दया के बारे में हम यहाँ पर देख सकते हैं. പക്ഷെ ഇതിന്റെ കുറച്ച് മേളിലോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വാക്യം, 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ നമ്മൾ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ, तीसरा अध्याय के 1 से लेकर 20 तक यदि हम पढ़कर देखें, ഒത്തിരി അധികം പരാതികൾ അല്ലെങ്കിൽ വിഷമങ്ങള് അല്ലെങ്കിൽ നമ്മള് കംപ്ലൈന്റ്സ്, ഒരു സാധാരണ മനുഷ്യൻ ഒരു തന്റെ ജീവിതത്തിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. यहाँ पे जो है हम काफी बहुत सारे इंसान के जीवन में आने वाली परेशानियों को, उसके जीवन में आने हुए प्रश्नों को शिकायत के रूप में यहाँ पर वो कह रहे हैं. ഉദാഹരണത്തിന് അതിന്റെ 2ാമത്തെ വാക്യം വായിക്കുമ്പോൾ, उदाहरण में अगर उसके दूसरे आयत को यदि हम पढ़ेंगे, അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിൽ അത്രേ നടത്തിക്കൊണ്ടു പോന്നിരിക്കുന്നത്. वह मुझे ले जाकर उजाले में नहीं अंधियारे में ही चलाता है. നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചവും ഇല്ലല്ലോ, ഒരു നന്മയും കാണാൻ കഴിയുന്നില്ലല്ലോ. हम कई बार जब बात करते हैं तो हम इस प्रकार से कहते हैं कि मेरे जीवन में कोई उजियाला को या मेरे जीवन में मैं कोई भलाई को देख नहीं रहा हूँ. അതിന്റെ 8ാമത്തെ വാക്യം ചിന്തിക്കുമ്പോൾ, इसकी 8वीं आयत को यदि हम देखेंगे, ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടഞ്ഞു കളയുന്നു. मैं चिल्ला चिल्ला के दोहाई देता हूँ तो भी वो मेरी प्रार्थना नहीं सुनता. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഒത്തിരി അധികം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെങ്കിൽ നമുക്ക് തോന്നാറുണ്ട്, ഇതിനൊരു മറുപടി കിട്ടിയില്ലല്ലോ ദൈവമേ.
हमारे जीवन में ऐसी बहुत सारी परिस्थितियों के बीच में हम दोहाई देकर चिल्लाकर प्रार्थना करते हैं कई बार, लेकिन हमें ऐसा लगता है कि इस प्रार्थना का उत्तर मुझे मिल नहीं रहा है। അതിന്റെ 9ാമത്തെ വാക്യം, വെട്ടുകല്ലുകൊണ്ട് അവൻ എന്റെ വഴി അടച്ചു. इसके 9वें आयत में मेरे मार्गों को उसने गढ़े हुए पत्थरों से रोक रखा है। അതെ, നമ്മുടെ ജീവിതത്തിൽ വഴി അടഞ്ഞ അനുഭവങ്ങൾ ഒത്തിരി നമ്മൾ ഈ വർഷത്തിന്റെ സമയം മുതൽ ജനുവരി മാസം 1-ാം തീയതി മുതൽ ഇന്ന് നമ്മൾ 27-ാം തീയതി ഡിസംബർ 27-ാം തീയതി വരെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കടന്നുപോയി കാണും. വഴി അടഞ്ഞ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി കാണും. हमारे जीवन में भी कई अवस्थाओं जहाँ पे हमें ऐसा लगा है कि रास्ता बंद हो चुकी है। तो जनवरी, इस साल के जनवरी 1 तारीख से लेकर अभी दिसंबर 27 की तारीख तक हमने कई बार ऐसा महसूस किया होगा कि हमारे जीवन में कई द्वारें जो है वो बंद हुआ है। ഇതിന്റെ 14ാമത്തെ വാക്യം കൂടെ നമുക്ക് നോക്കാം. ഞാൻ എന്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടവിടാതെ അവരുടെ പാട്ടുമായി തീർന്നു. इसके 14वें पद में इस प्रकार से लिखा है कि सब लोग मुझ पर हंसते हैं और दिन भर मुझ पर ढालकर गीत गाते हैं। നമ്മൾ പരിഹാസപാത്രരായി തീർന്നിട്ടുണ്ടായിരിക്കാം, നിന്ദിതരായി തീർന്നിട്ടുണ്ടായിരിക്കാം. हो सकता है कि हम कई बार निंदित हुए हैं और हमें लोग देखकर हमारी मजाक उड़ाए होंगे, हंसी उड़ाए होंगे। അങ്ങനെ 1ാമത്തെ വാക്യം മുതൽ 20ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചാൽ ഒരു മനുഷ്യൻ സാധാരണ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വേദനകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്ന വാക്കുകളൊക്കെ നമുക്ക് ആ വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. यहाँ से तीसरा अध्याय के 1 से लेके 20 तारीख तक जब हमारे जीवन में, एक मनुष्य के जीवन में जब कष्ट, परेशानी, मुसीबत आती है, तो जो अपने जीवन में जाने अनजाने हमारे मुंह से निकलने वाले कुछ बातों को, कुछ शिकायतों को यहाँ पर हम देख सकते हैं। പക്ഷെ 22ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, लेकिन അവന്റെ കരുണ 22वें തീർന്നു പോയിട്ടില്ലല്ലോ. लेकिन 22वें पद में इस प्रकार से हम देख सकते हैं कि हम मिट नहीं गए हैं। ये परमेश्वर की एक महाकरुणा और फल है, क्योंकि उसकी दया अमर है। അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോയ അനുഭവങ്ങൾ നമുക്ക് ഒത്തിരി, നമ്മുടെ മുൻപിൽ ഇപ്പൊ നമ്മുടെ പ്രെയർ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയ പ്രെയർ ലിസ്റ്റിനെക്കാട്ടി കൂടുതലായിരിക്കാം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത പ്രെയർ ലിസ്റ്റ്. എങ്കിലും അതിന്റെ ഒക്കെ നടുവിൽ നമുക്ക് പ്രശംസിപ്പാനും നമുക്ക് പറയുവാനും ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് മുടിഞ്ഞു പോകാതെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, യഹോവയുടെ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ്. प्रियो, हमारे जीवन में भी यदि हम देखें तो हमारी प्रार्थना के लिस्ट को यदि हम उठाकर देखें तो हो सकता है कि हमें जवाब, जितना प्रार्थना का उत्तर हमें मिला है उससे ज्यादा होगा कि हमारे हमारे कहीं प्रार्थना की जो लिस्ट है, जो विषय है, जवाब हमें नहीं मिला होगा। लेकिन उसके बीच में भी हम यह कह सकते हैं कि आज तक यदि मैं जिंदा हूँ, मैं मर मिट नहीं गया, उसकी वजह केवल परमेश्वर की महाकरुणा और केवल उसकी दया है। ഈ പ്രാർത്ഥനയുടെ ലിസ്റ്റ് ഒരു പക്ഷേ ഭൗതിക കാര്യങ്ങൾ മാത്രമായിരിക്കത്തില്ല. നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരാ, ഇനിയും പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ആവശ്യങ്ങളും ഉണ്ട്. എങ്കിലും അതിന്റെയൊക്കെ നടുവില് നമുക്കൊരു പൂർണ്ണ ജയം കിട്ടിയില്ല എങ്കിലും നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ, നമ്മൾ നശിച്ചു പോകാതെ ഇന്നും ആയിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. हमारी प्रार्थना विषयों पर यदि हम देखा जाए तो भौतिक भलाई के साथ ही साथ में हम अपनी आत्मिक बढ़ोतरी के लिए भी हमने कई बार प्रार्थना किया रहेगा। हमारे प्रार्थना विषय में कई बार भौतिक भलाई के साथ ही साथ हमारे आत्मिक का एक बहुत बड़ा विषय भी हमने रखकर प्रार्थना किया होगा। लेकिन हो सकता है कई बार हमें अपनी प्रार्थना की जवाब नहीं मिली है, लेकिन उसके मध्य में भी जब हमें जवाब नहीं मिलती, हम वहां पर हार नहीं जाते, थक नहीं जाते, लेकिन परमेश्वर की जो महाकरुणा की वजह से आज भी हम जीवित है। അതിന്റെ 21ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കുറിച്ചിരിക്കുന്നു, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. और यहाँ पर इस प्रकार से देख सकते हैं कि हम, मैं इसका स्मरण करूंगा और मैं उस पर आशा लगाए रहूंगा। അപ്പം ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഓർക്കുവാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രത്യാശിക്കുവാനും കുറച്ച് കാര്യങ്ങളുണ്ട്. यहाँ पर हम इसके हिसाब से देख सकते हैं कि हमें कुछ चीजें हैं जो हमें स्मरण करने के लिए है, और कुछ चीजें ऐसा है कि हमें जीवन में आशा लगाने के लिए भी है। നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ ഈ നിമിഷം വരെ ദൈവം നമ്മളെ കൊണ്ടുവന്നു. അതിന്റെയൊക്കെ നടുവിൽ നമ്മൾ മുടിഞ്ഞു പോകും, നമ്മൾ തീർന്നു പോയി, നമ്മൾ നശിച്ചു പോയി, ഇനി നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല എന്നൊക്കെ നമ്മൾ മാനുഷികമായി ചിന്തിച്ച സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ ദയ നമ്മളെ താങ്ങി, ദൈവത്തിന്റെ കരുണ നമ്മളെ നടത്തി. അതുകൊണ്ട് നമുക്ക് ഓർക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മളെ നടത്തിയ വിധങ്ങൾ. ചിലതിനൊക്കെ നമുക്ക് മറുപടി ഇല്ല എങ്കിലും ആ ഇല്ലായ്മയേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ പിൻപിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് നമുക്ക് പിന്നെയും പറയുവാൻ കഴിയും, നാം മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദയയാകുന്നു.
हमारे जीवन में कई बार जब हमारी परेशानी आई है तो ऐसी अवस्था है जहाँ पर परमेश्वर ने हमें हाथ देकर, हमें हाथ थाम कर हमें आगे चलाया है, हमें खड़ा करवाया है। तो हमारे जीवन में ऐसी बहुत सारी परिस्थितियां हैं, बहुत सारे जीवन के जो अवस्था है जो हमें स्मरण करने के लिए है कि हमारे पिछले दिनों में जिस प्रकार से, जिस तरीके से परमेश्वर ने हमें चलाया था, ऐसी चीजें हमें जीवन में स्मरण करने का, वो हम स्मरण करते हुए जब आज हमारे जीवन में परेशानी आती है तो हम उन चीजों को स्मरण कर सकते हैं कि पहले परमेश्वर ने मुझे कैसा चलाया था, और उसकी वजह केवल यही है कि परमेश्वर की जो महाकरुणा है वो मुझे चला रहा था। അത് നമുക്ക് ഒന്നും കൂടെ മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 2:12 വാക്യം. वो समझने के लिए हमें एक पद और हमें पढ़ना है, एफिसियन पहला अध्याय उसका 12वां पद। ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം അത് ഹിന്ദിയിൽ. ചേച്ചി റെഫറൻസ് ഒന്നും കൂടി പറയാമോ? എഫേസ്യർ 2:12. എഫേഷ്യൻസ് ചാപ്റ്റർ 2:12. एफिसियन दूसरा अध्याय उसका 12वां पद। तुम लोग उस समय मसीह से अलग और इस्राएल की प्रजा के पद से अलग किए हुए और प्रतिज्ञा की वाचाओं के भागी ना थे और आशाहीन और जगत में ईश्वर रहित थे। ഓക്കെ, ഞാനത് മലയാളത്തിലൊന്ന് വായിക്കാം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേ. അപ്പൊ तुम लोग ഇതിന്റെ ലാസ്റ്റ് വാക്ക് എന്ന് ഓർത്തുകൊള്ളുവേ, ഈ മലയാളം വേർഷനിൽ, ഹിന്ദിയിൽ അത് ഉണ്ടോന്ന് ഞാൻ അറിയത്തില്ല. यहाँ पर मलयालम में ऐसा लिखा है कि यहाँ पे जो कहा गया है कि हम एक समय हमारे जीवन में आशाहीन और जगत में ईश्वर रहित थे, वो हमारा एक समय की अवस्था है। मलयालम पद में इस प्रकार से वहां पर कहा गया है कि यह तुम स्मरण कर लो। അതെ, അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ചെല്ലാം നമ്മൾ പരാതി പറയുമ്പോൾ, വിലാപ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒത്തിരി പരാതികളെ കുറിച്ച് കേട്ടു. എനിക്ക് ഇപ്പൊ നമ്മുടെ ഇത് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, എനിക്ക് അങ്ങനെയില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ജോലി കിട്ടിയില്ല, അല്ലെ എനിക്ക് ഇങ്ങനത്തെ ഇത് കിട്ടിയില്ല എന്നെല്ലാം നമ്മൾ പരാതി പറയുമ്പോഴും നമുക്ക് നമ്മൾ എങ്ങനെയായിരുന്നു, എവിടെ നിന്നാണ് ദൈവം നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്നത് എന്ന് ഓർത്താൽ നമുക്ക് ദൈവത്തിന്റെ ദയ നമ്മളോട് എത്ര വലിയതാണ്, ദൈവത്തിന്റെ കരുണ നമ്മളോട് എത്ര വലിയതാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. हम विलाप गीत में भी इस प्रकार से देख सकते हैं कि पहले से तीसरा अध्याय का पहला से लेकर 20वें आयत तक वो शिकायत ही कर रहा था। उस प्रकार से हमारे जीवन में भी हम भी कई बार ऐसा हमारे जीवन में हो सकता है कि हम भी शिकायतें करें कि मेरे जीवन में भी मैं ऐसा नहीं कर पाई, या मैं वैसा नहीं कर पाई, मुझे बहुत कुछ परमेश्वर के लिए करना था, मैं वो कुछ नहीं कर पाई, या मुझे वहां पे नौकरी नहीं लगा। ऐसे बहुत सारी चीजें हो सकता है कि मैं अपने जीवन में बोलती होंगी, लेकिन यहाँ पर इस एफेसियों किताब इस प्रकार से लिखा गया कि ये स्मरण करो, कि हमें ये स्मरण करना जरूरी है कि परमेश्वर ने हमें, पहले हम कैसे थे और अभी हम कैसे हैं, परमेश्वर ने हमें अभी कैसा लेकर आया है। നമ്മുടെ ജീവിതത്തിലും ഒരു സമയമുണ്ട്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? നമ്മൾ ഒരു സമയത്ത്, നമ്മൾ ഈ നല്ലവനായ ഈ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ദൈവം അനേകർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ഈ യേശുവിന്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി തന്ന് നമ്മളോട് ദയ കാണിച്ച് നമ്മളോട് കരുണ കാണിച്ച് ഇന്ന് ഈ മഹാഭാഗ്യത്തിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ മുടിഞ്ഞു പോകാതിരുന്നത് ദൈവത്തിന്റെ കൃപയായിരുന്നു. हम पहले कैसे थे? हम पहले मसीह को नहीं जानते थे, हम आशाहीन थे और जगत में हमारे कुछ परमेश्वर कोई हमारे साथ नहीं था, हमारे कोई भी आशा, हमारे जीवन में आशा की किरणें नहीं थी। लेकिन उस अवस्था से यदि आज हम हमारी आज की अवस्था को देखा जाए तो आज हमारे पास प्रत्याशा है, आज हमारी आशा है। तो ये सब जो कुछ हमारे जीवन में हुआ, हम मिट नहीं गए, वो केवल परमेश्वर की महाकरुणा ही था। അതെ, ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര നന്മകളുണ്ട്, അല്ലെങ്കിൽ എത്ര ബാങ്ക് ബാലൻസ് നമുക്ക് ഉണ്ടെങ്കിലും ക്രിസ്തു ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മളുടെയെങ്കിൽ അതാണ് ഏറ്റവും വലിയ പരാജയം. यदि हमारे जीवन में, इस संसार के जीवन में यदि हमारे पास कुछ भी क्यों ना हो, कितना बड़ा बैंक बैलेंस भी क्यों ना हो, कितनी भौतिक भलाई भी हमारे साथ हो, लेकिन हमारे साथ मसीह नहीं है, तो हमारा जीवन जो है वो एक पराजित जीवन है। ഒരിക്കൽ നമ്മളും അങ്ങനെ ആയിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തു ഇല്ലാത്തവരായി നമ്മൾ ജീവിച്ചിരുന്നു. एक बार हम भी हमारे जीवन में वैसे ही थे, हम बिना मसीह का हमने अपना जीवन बिताया था। അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. अगर आगे देखा जाए तो हम प्रतिज्ञा से, जो प्रतिज्ञा की वाचाओं के भागी नहीं थे। ഒത്തിരി അധികം വാഗ്ദത്തങ്ങൾ നമ്മൾ ഈ ദൈവത്തിന്റെ തിരുവചനം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ദൈവമക്കൾക്കായി നൽകിയിരിക്കുന്ന ഒത്തിരി അധികം വാഗ്ദത്തങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും.
यदि हम वचन पढ़ेंगे तो परमेश्वर ने हमें दिया हुआ बहुत सारी प्रतिज्ञाएं हम इस वचन में देख सकते हैं। അതിൽ ഒന്നാമത്തേതായി നമുക്ക് പറയാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തമാണ്. और पहला प्रतिज्ञा यह है कि पवित्र आत्मा रूपी प्रतिज्ञा। നമുക്ക് ഇന്ന് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഖിത്വവും ഒക്കെ പിതാവായ ദൈവം നൽകിയിരിക്കുന്നു. आज हम परमेश्वर के संतान होने के नाते हमारे जीवन में परमेश्वर ने उस पवित्र आत्मा की सहभागिता को महसूस करने के लिए उसने हमें सहायता किया। നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ദൈവശക്തി നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. हमारी बलहीनता के ऊपर भी हमारे उभर कर आने वाली उस पवित्र आत्मा की सामर्थ को आज हम महसूस करते हैं। രണ്ടാമതായി ദൈവം വാഗ്ദത്തം ചെയ്തതാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. दूसरी बात, परमेश्वर ने हमें यह प्रतिज्ञा दिया है कि मैं तुम्हारे लिए जगह बनाने के लिए जा रहा हूँ। അതായത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ യേശു കടന്നു ചെന്ന് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. इसका मतलब स्वर्ग में परमेश्वर यीशु मसीह हमारे लिए जगह तैयार कर रहा है। അവിടെ കൊണ്ട് ആ വാഗ്ദത്തം തീരുന്നില്ല. और वहां से वो वादा वहां पे खत्म नहीं होती, വീണ്ടും മടങ്ങി വന്ന് നമ്മളെ ചേർക്കുവാനായി മടങ്ങി വരുന്നു. हमें साथ लेने के लिए परमेश्वर वापस दोबारा आने वाला है। ദൈവത്തിന്റെ മടങ്ങി വരവിനായി അഥവാ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനായി തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാത്ത് തങ്ങളെ തന്നെ ദൈവ വരവിനായി ഒരുക്കി കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാനായി കർത്താവ് മടങ്ങി വന്ന് നമ്മളെ ചേർക്കുമെന്ന വാഗ്ദത്തമാണ് അടുത്തതായി ദൈവമക്കൾക്കുള്ളത്. परमेश्वर के उस दूसरे आगमन के लिए अपने आप को तैयार करते हुए पवित्रताई के साथ उसके इंतजार करते हुए बैठने वाले बच्चों को साथ में लेने के लिए हमारा यीशु मसीह दोबारा आने वाला है। वो हमारी अगली प्रतिज्ञा है। അതിനുശേഷം വചനത്തിൽ കാണുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. उसके बाद वचन में लिखा है कि हम पहले आशाहीन थे। ഇന്ന് ഒരു പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ലാത്ത മനുഷ്യരെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഒരുപക്ഷെ ചില രോഗങ്ങൾ അല്ലെങ്കിൽ കടഭാരങ്ങൾ അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലൊക്കെ വളരെ പ്രത്യാശ ഇല്ലാത്തവരായിട്ട് അവര് തീരുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. हम इस संसार के लोगों को देखें तो हम बहुत सारे लोगों को ऐसा देख सकते हैं कि उनके पास नौकरी नहीं है या उनके बच्चे नहीं है या ऐसे कोई भी वजह से लेकर वो उनके जीवन में अपनी आशा को खो देते हैं, खो चुके हैं। പക്ഷേങ്കിൽ ദൈവമക്കളാകുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച് അതിനുള്ള ഭാഗ്യം നൽകി ദൈവമക്കൾ എന്ന പദവിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവജനത്തിന് ഒരിക്കലും അവര് വേദനകളുണ്ട്, ചിന്തകൾ കാണും, മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നാലും ഒരിക്കലും പ്രത്യാശ ഇല്ലാത്തവരായി ദൈവമക്കൾ തീരുന്നില്ല. लेकिन हमें जैसे परमेश्वर ने हमें बुलाकर हमें परमेश्वर के संतान होने का चुनकर उसे संतान बनाकर रखा हुआ परमेश्वर के बच्चों को हमारे जीवन में कुछ भी नष्ट हो जाए लेकिन हमारे जीवन के जो आशा जो है वो प्रत्याशा जो है वो कभी नष्ट नहीं होती। അടുത്തതായി വചനത്തിൽ കാണുന്നു, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. अगला इस प्रकार लिखा है कि जगत में ईश्वर रहित थे। നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചു. ഞാൻ എന്റെ 17ാമത്തെ വയസ്സിലാണ് സ്നാനമേൽക്കുവാനും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവ് എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നത്. मेरे जीवन में मेरे 17 उम्र में मैं परमेश्वर को यीशु मसीह के नाम से उद्धारकर्ता स्वीकार करने के लिए सहायता मिला था। അതുവരെയും ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജീവിച്ചത്, പേരുകൊണ്ട് മാത്രം. उस समय तक मैं एक मसीह जैसा ही जीवन बिताती थी, केवल नाम के लिए। എനിക്ക് യേശുവുമായിട്ട് പ്രത്യേകിച്ച് വ്യക്തിപരമായ ബന്ധമൊന്നുമില്ല. യേശു ഈ ഭൂമിയിൽ വന്നെന്ന് പോലും എനിക്ക് വേണ്ടി മരിച്ചു, കാൽവറിയിൽ മരിച്ചു. ക്രിസ്മസ് വരുമ്പോ യേശു ജനിച്ചു, ഈസ്റ്റർ വരുമ്പോ യേശു മരിച്ചു. അതിനപ്പുറം യേശുവിനെ കുറിച്ച് എനിക്ക് ഒരു അറിവും ബന്ധവും ഇല്ലായിരുന്നു. उससे पहले मुझे यीशु के साथ उतना खास संबंध नहीं था। जब क्रिसमस आता है तो मैं सोचती हूँ कि यीशु मसीह मेरे लिए जन्म हुआ और ईस्टर के समय पर इसे याद करते हैं कि यीशु मसीह ने मेरे लिए मरा। इससे बढ़कर मेरे जीवन में यीशु मसीह के साथ कोई संबंध नहीं था। അപ്പൊ ലോകത്തിൽ ദൈവം ഇല്ലാത്തവളായി ഞാൻ 17 വർഷക്കാലം ജീവിച്ചു തീർത്തു. सो इस संसार में ईश्वर रहित बिना परमेश्वर का मैं जो 17 साल इस संसार में जीवन बिताया। അതുകൊണ്ട് ഇന്നും നമ്മൾ അഥവാ ഈ ദൈവമില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ദൈവമില്ലാത്തവരായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ ഏറ്റവും വലിയ കഷ്ടതയുടെ അനുഭവം. അതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇതായിരുന്നു നമ്മൾ ആരായിരുന്നു എന്നതാണ് ഈ വചനത്തിൽ ഇത്രയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. तो यदि आज भी यदि हमारे जीवन में मसीह नहीं है, यदि परमेश्वर ईश्वर रहित यदि हमारा जीवन है तो वही है हमारे जीवन के सबसे बड़े पराजित की अवस्था। तो इस पद में भी हम यही हमें देखने मिलता है कि हम पहले हमारा जीवन किस प्रकार से था। ഒന്നാമതായി നമ്മൾ യേശു ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. तीसरा कि हम जगत में मसीह के बिना ईश्वर रहित थे.
വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു, हम प्रतिज्ञाओं के वाचाओं के भागी नहीं थे പ്രത്യാശയില്ലാത്തവരായിരുന്നു, और हम आशाहीन थे, ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു जगत में ईश्वर रहित थे। എന്ന് ഓർത്തുകൊള്ളുവിൻ. അപ്പൊ ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറയുവാൻ. കാരണം നമ്മൾ കുറുവാക്യത്തിൽ വായിച്ചതുപോലെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയയാകുന്നു, ദൈവത്തിന്റെ കരുണയാകുന്നു. और ये हमें स्मरण करना है कि हम पहले कैसे थे। इसके लिए यहाँ पर कहा गया है कि हमें यह स्मरण करते हुए कि हम पहले कैसे थे, यह स्मरण करते हुए अभी परमेश्वर को हम धन्यवाद दे कि हम पहले कैसे थे और हम अभी कैसे। परमेश्वर ने यदि आज भी हमें जिंदा रखा, जिस प्रकार से हमें शुरुआत की जो पद में हमने इस प्रकार से पढ़ा कि आज भी हम मिट नहीं गए हैं, तो परमेश्वर की केवल महाकरुणा की वजह से है। ഈ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടി എത്തിയിരുന്നില്ല എങ്കിൽ, ഈ ദൈവത്തിന്റെ നാമം നമുക്ക് വെളിപ്പെട്ട് കിട്ടി നമ്മളെ ആ ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ച് ഒരിക്കലും നമ്മൾ ആർക്കും ഇന്ന് ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന ആർക്കും ഒരുപക്ഷെ പറയാൻ കഴിയത്തില്ല ഞാൻ 21 ദിവസം ഉപവസിച്ചു, അല്ലെങ്കിൽ ഞാൻ 40 ദിവസം ഉപവസിച്ചു, അല്ലെങ്കിൽ ഞാൻ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളിൽ ആർക്കും പ്രശംസിക്കാൻ കഴിയത്തില്ല. हम इस प्रकार से अपने आप पर घमंड नहीं कर सकते कि मैं सुबह दिन और प्रतिदिन प्रार्थना करता हूँ या मैं उपवास में रहता हूँ तो ये सब की वजह से मैं आज भी जिंदा हूँ या उस वजह से परमेश्वर ने मुझे जीवित रखा है, ये इस बात का हम प्रशंसा या घमंड नहीं कर सकते। ഇതെല്ലാം ഈ ഉപവാസവും പ്രാർത്ഥനയും വചനധ്യാനവും എല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ആത്മീക മനുഷ്യന്റെ ഉന്നതിക്ക് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ये प्रार्थना, उपवास, प्रार्थना, ये सारी चीजें हमारी आत्मिक जीवन की बढ़ोतरी के लिए जरूरत है। എങ്കിലും നാം നശിച്ചു പോകാതെ ഓരോ നിമിഷവും ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദയയും കൃപയും ഒന്ന് മാത്രമാണ്. लेकिन यदि आज भी हम नाश नहीं हुए हैं, यदि हम थक नहीं गए, मर मिट नहीं गए, तो उसकी वजह केवल परमेश्वर की महाकरुणा ही है। ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മുൻപേ एफिसी 13th verse. മുൻപേ ദൂരസ്ഥന്മാരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. 13वां पद में इस प्रकार से हम पढ़ सकते हैं, पर अब तो मसीह यीशु में तुम जो पहले दूर थे मसीह के लहू के द्वारा निकट हो गए हैं। നമ്മൾ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെ ഉള്ളവരായിരുന്നു എന്ന 4 കാറ്റഗറിയിൽ നമ്മൾ കണ്ടു. हम 12वें आयत में हम किस प्रकार से थे वो 4 कैटेगरी में हमने सुना। 13ാമത്തെ വാക്യത്തിലും പറയുന്നു, ദൂരസ്ഥന്മാരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. 13 में भी हम देख सकते हैं कि हम पहले परमेश्वर से दूर थे बट अभी हम निकट आ चुके हैं। നമ്മുടെ പാപങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, അല്ലെ നമ്മുടെ അകൃത്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി ഒത്തിരി അധികം ദൂരത്തുള്ളവരായിരുന്നു, ദൂരസ്ഥരായിരുന്നു. हम अपने पाप की वजह से या हमारे जीवन में कुछ कमी घटियों की वजह से हम परमेश्वर से काफी दूर थे। എങ്കിൽ ക്രിസ്തു യേശുവിന്റെ രക്തം, ആ ക്രൂശിൽ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മൾ എന്ന് അത് നമുക്ക് വേണ്ടി നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരും എനിക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് അതെന്റെ വായ കൊണ്ട് ഏറ്റു പറഞ്ഞ ആ സമയം മുതൽ, लेकिन जब से हमने मसीह को जान लिया और जब से हमने उद्धार को प्राप्त किया और हमें ये पता चला कि जिस दिन अपने अपने मुंह से यीशु मसीह को उद्धारकर्ता के रूप से अंगीकार किया, तब से കർത്താവ് നമ്മളെ സമീപസ്ഥരാക്കി തീർത്തു. परमेश्वर ने हमें उसके निकट बुला लिया। ഈ നമ്മൾക്ക് ഏത് നിമിഷം ഇപ്പൊ മൂന്നാമത് ഒരാളുടെ സഹായമില്ലാതെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് ഓടി അടുത്ത് കടന്നു വരുവാൻ തക്കോണം അത്രയും സമീപസ്ഥ ആക്കി തീർത്തു. परमेश्वर ने हमें इतना निकट कराया, इतना हमें उसके करीब बुला लिया कि हम उसे अब्बा पिता कहकर हम उसके करीब जा सकते हैं। നമ്മളിൽ പലരും പേരൻസ് ആയിരിക്കും. हम में से कई लोग माता पिताएं हो सकते हैं। നമുക്ക് മക്കൾ ഉണ്ടായിരിക്കും. हमें बच्चे हो सकते हैं। लेकिन നമ്മൾ നമ്മുടെ പേരൻസിന്റെ മക്കളാണല്ലോ. हम भी हमारे एक माता पिता के बच्चे ही हैं। നമുക്ക് നമ്മുടെ പേരൻസിനോട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ നെയ്ബറിന്റെ അടുക്കൽ അവർ ചെന്നിട്ട് അവരോട് പറഞ്ഞ് പിന്നെ നമ്മുടെ അടുക്കൽ വരേണ്ട ഒരു ആവശ്യമില്ല. यदि हमें हमारी माता पिता से कोई चीजें कहनी है तो हम अपने पड़ोसी के घर पे जाकर कहकर उन्हें फिर वो जाकर अपने माता पिता से कहने की जरूरत नहीं होती है। നമ്മുടെ പപ്പയോട് നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് പപ്പ വിളിച്ചിട്ട് നമ്മുടെ കാര്യം പറയുന്നു. यदि हमें अपने पिता से कोई बातें कहना है तो हम तुरंत ही पिता से चिल्लाकर पिता ऐसे कहकर हम पिता से अपनी बातें कहने लग जाते हैं। അത്രയും അതിനേക്കാൾ നമ്മളെ സമീപസ്ഥ ആക്കി തീർത്തതാണ് ആ യേശു ക്രിസ്തുവിന്റെ രക്തം. उतना या तो फिर उससे बढ़कर हमें निकट हमें कराया है उस यीशु मसीह का प्यार ने। നമ്മുടെ എത്ര അധികമായ വേദനയാണെങ്കിലും നമുക്ക്
നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും ഏത് നിമിഷത്തിലും ഏത് സമയത്തിലും അത് രാത്രിയോ പകലോ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്കോ ഒറ്റയ്ക്കോ ഏത് സമയത്തും നമുക്ക് ആ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കർത്താവിനോട് അടുക്കൽ ആ ദൈവത്തിന്റെ അടുക്കൽ സമീപസ്ഥരായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി തീർത്ത യേശുക്രിസ്തുവിന്റെ രക്തം. हम कितना भी हमारे जीवन में अवस्थाएं कैसे भी क्यों ना हो, हम कितना भी दूर परमेश्वर से क्यों ना हो, कोई भी अवस्था पर कभी भी हम तुरंत अपने यीशु मसीह के पास जाकर पिता परमेश्वर, पिता अब्बा, पिता कहकर पुकार कर उसके पास निकट आने का प्रेम परमेश्वर ने हमें देकर हमें योग्य ठहराया है। ആ വചനത്തിന്റെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവൻ उस वचन നമ്മുടെ സമാധാനം. उस वचन के अगले आयत में इस प्रकार से लिखा है कि वो हमारा शांति है। So, നമ്മുടെ സമാധാനം തരുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. സഭയിലെ പാസ്റ്റർക്കോ കൂട്ടുവിശ്വാസികൾക്കോ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനോ നമ്മുടെ കൂടെ ജീവിക്കുന്ന അത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും ആർക്കും നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ കഴിയത്തില്ല. हमें शांति देने के लिए हमारे जीवन का कोई भी, ना हमारे माता पिता, ना हमारे पास्टर, ना हमारा कोई भी हो, वो हमें जीवन में शांति नहीं दे सकता। അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയും. हो सकता है कि वो हमें सांत्वना दे, പക്ഷേങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ അത് ദൈവം നൽകിയിട്ടല്ലാതെ നമുക്ക് കഴിയത്തില്ല. लेकिन यदि हमारे जीवन में शांति को प्राप्त करना है तो केवल परमेश्वर ही वो हमें दे सकता है। നമ്മുടെ കുറുവാക്യത്തിലേക്ക് മടങ്ങി വരാം. हम अपने शुरुआत में पढ़े हुए आयत में लौट कर आएंगे। അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, उसकी करुणा खत्म नहीं हुई है, അത് രാവിലെ തോറും പുതിയതും वो सुबह होते नहीं, भोर होते ही नहीं होती है, നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. और उसकी सच्चाई महान है। സോ ഇന്ന് നമ്മൾ അനുഭവിച്ച ദൈവത്തിന്റെ കരുണ അല്ല നാളെ പകൽക്കാലം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. आज हमने जो परमेश्वर की दया को महसूस किया है वो नहीं कल हम अनुभव करने वाले हैं। രാവിലെ തോറും ദൈവത്തിന്റെ കരുണ പുതിയതാണ്. वो प्रति भोर को परमेश्वर की जो दया है वो नहीं होते जाती है। നമുക്ക് ഒരു മനുഷ്യനെ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുമോ ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പുതിയതായിട്ട് അത് പഴകിപ്പോയത് കൊണ്ടല്ല, പക്ഷേ നമുക്ക് ദൈവത്തിന് നമ്മെ നന്നായിട്ട് അറിയാം. ലിഷയ്ക്ക് ഇന്ന് വേണ്ടുന്ന കൃപയുടെ പോരാ നാളെ, അല്ലെങ്കിൽ ഇന്ന് അവളോട് കാണിച്ച കരുണ പോരാ നാളെ കാണിക്കാൻ. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം കരുണ ആവശ്യമാണ് ഇന്നത്തേക്കാൾ അധികമായിരിക്കും എനിക്ക് നാളെ ആവശ്യം. അപ്പം ഓരോ മനുഷ്യനെ എന്നെ പോലെ തന്നെ ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും നന്നായിട്ട് അറിയുന്ന ദൈവം നമ്മളോട് എപ്രകാരം കരുണ കാണിക്കണം, അത് അതാത് ദിവസം അതാത് രാവിലെ തോറും പുതിയതായ കരുണ കൊണ്ട് നമ്മളെ നടത്തുന്ന ദൈവം. हम जरा सोच कर देखें कि परमेश्वर ने आज जो दया दिखाई वो नहीं कल की अवस्था। हर दिन जो है प्रतिदिन हमारी जो परमेश्वर की दया जो हम पर दिखाती है वो नहीं होते जाती है क्योंकि कल जो दिखाया वो नहीं कल, क्योंकि हमारे जीवन की अवस्थाओं में हमें जो जितना दया कल जरूरत है हो नहीं सकता कि आज हमें उतनी जरूरत हो, तो आज हमें उससे ज्यादा बढ़कर जरूरत होगा। तो परमेश्वर हमारे जीवन में हर दिन जो है नई परमेश्वर की कृपा के साथ, नई उसकी दया के साथ हमें परमेश्वर जो है वो आगे लेके जाता है। അടുത്ത ഭാഗത്തിൽ അവിടെ കാണുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത വലിയതാകുന്നു. अगले आयत में इस प्रकार से लिखा है कि उसकी सच्चाई महान है। നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ ദൈവം എന്നെ വിളിച്ച നാൾ മുതൽ അല്ലെങ്കിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്ത നാൾ മുതൽ ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തയായിരുന്നു, അതുകൊണ്ടാണ് ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്? നമ്മളിൽ ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? क्या हम ऐसा कह पाएंगे कि जब से परमेश्वर ने मुझे बुलाया है तब से लेके आज तक वो मेरे लिए सच्चा था? നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് ഉണ്ടാകേണ്ടുന്ന വിശ്വസ്തത നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അവിശ്വസ്തരായി പോയ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. हमारे जीवन में कई बार ऐसा हुआ है कि हमें जितना विश्वास योग्य रहना चाहिए उतना विश्वास योग्य कि उस पूर्णता तक हम पहुंच नहीं पाए। हम कई बार अपने जीवन में अविश्वास योग्य रहा है। ഒരുപക്ഷെ നമ്മുടെ വാക്കിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടുള്ള ഇടപെടലിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലായിരിക്കാം. എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തത കടന്നു വന്ന സമയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. हो सकता है कि वो हमारे बातों में हो सकती है, हमारे सोच में हो सकती है। तो कई प्रकार से कहीं न कहीं तो हमारे जीवन में उस अविश्वास की या अविश्वास योग्यता की जो अवस्था है वो हमारे जीवन में आ चुकी होगी। എങ്കിലും നമ്മൾ എത്രമാത്രം വിശ്വസ്തരെന്ന് അളന്ന് കുറിച്ച് നോക്കിയതിന് ശേഷമല്ല ദൈവം നമ്മളോട് വിശ്വസ്തനായിരുന്നത്. लेकिन हम कितना विश्वास योग्य है यह नाप कर नहीं परमेश्वर उस अपनी विश्वास योग्यता हम मुझ पर दिखाता है। നമ്മൾ അവിശ്വസ്തരായി പോയ സമയത്തും ദൈവത്തിന്റെ ദയ വലിയതായതുകൊണ്ട്, ദൈവത്തിന്റെ കരുണ രാവിലെ തോറും പുതിയതായതുകൊണ്ട് ദൈവം ഇന്ന് വരെയും ഈ നിമിഷം വരെയും നമ്മളോട് വിശ്വസ്തനായി നമ്മുടെ കൂടെ ഇരുന്നു. हम हमारे जीवन में कई बार अविश्वास योग्य होने के बाद भी परमेश्वर उसकी अपनी विश्वास योग्यता के साथ परमेश्वर ने मेरे साथ रहा।
അത് അതിനെ നമ്മളെ ബലപ്പെടുത്താനായി ഒരു വാക്യം കൂടെ വായിക്കാം. 1 തെസ്സലോണിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് 24. पहला तेस्सलोनियों 5 का 24वें पद में हम पढ़ेंगे, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. तुम्हारा बुलाना वाला सच्चा है और वह ऐसा ही करेगा. സോ നമ്മൾ പല സാഹചര്യത്തിലായിരിക്കാം നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വന്നത്. ഒരുപക്ഷെ നമുക്കൊരു ലഘുലേഖ കിട്ടിയിരിക്കാം, ഒരുപക്ഷെ നമുക്കൊരു ബൈബിളിന്റെ കോപ്പി കിട്ടിയതായിരിക്കാം, അല്ലെ നമ്മള് ഫോണിൽ ഒരു മെസ്സേജ് കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കാം. പല മുഖാന്തരമായിരിക്കാം നമുക്ക് വിശ്വാസത്തിൽ വരാൻ വേണ്ടി ദൈവം ഒരുക്കിയിരുന്നത്. हमारे जीवन में विश्वास में आने का वजह कहीं अलग अलग हो सकता है कि हमारे जीवन की परिस्थितियों की वजह से हम मसीह में आया हो सकता है कि कुछ परमेश्वर के दास ने हमारे लिए प्रार्थना किया हो. എന്ത് തന്നെ സാഹചര്യത്തിൽ നമ്മൾ വിശ്വാസത്തിൽ ആയിരുന്നാലും നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും ഈ നാമം കഴിയത്തില്ല. भले कोई भी अवस्था से हम मसीह में आए हुए लोग होंगे, लेकिन एक बात तो पक्की है कि जब तक परमेश्वर हमें उसकी ओर आकर्षित नहीं करता, तब तक हम उसके निकट नहीं जा सकते. കാരണം നമുക്ക് പറയാൻ കഴിയും, എത്രയോ പേര് പ്രാർത്ഥനയിലൂടെ രോഗസൗഖ്യം ലഭിക്കുന്നു. कि कितने लोगों को प्रार्थना के द्वारा अपनी बीमार की चंगाई को प्राप्त कर लेते हैं. എത്രയോ ആൾക്കാർക്ക് പ്രാർത്ഥനയിലൂടെ അവരുടെ കടഭാരം മാറിപ്പോകുന്നു. कितने लोगों को प्रार्थना के द्वारा उनके जो कर्ज है वो छुप जाता है. എങ്കിലും ഈ നാമത്തെ മുറുകെ പിടിക്കുവാൻ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് കഴിയത്തുള്ളൂ, അത് ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവർക്ക് മാത്രം. लेकिन फिर भी हम इस नाम को, इस यीशु मसीह के नाम को पीछा करना बहुत कम लोगों से ही साध्य होता है, संभव होता है, क्योंकि केवल वजह यह है कि यीशु मसीह ने उन्हें अपनी ओर आकर्षित कर लिया है. വചനം പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. वचन कहता है कि तुम्हारा बुलाना वाला सच्चा है. അതായത് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം, ആരാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് പാസ്റ്റർ ആണോ, അതോ എനിക്ക് മുന്നേ വിശ്വാസത്തിൽ പോയ എന്റെ പപ്പയാണോ, മമ്മിയാണോ, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ ആണോ? ആരാ എന്നെ വിളിച്ചത്? എന്നെ വിളിച്ചത് ആരാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. हमें पहले ये जानना जरूरी है कि हमें किसने बुलाया है. क्या हमने पास्टर ने बुलाया है, कि क्या हमारे माता पिता जो हमसे पहले सेवकाई में उतर चुके थे उन्होंने बुलाया है. तो हमें पहले जानना ये जरूरी है कि हमें किसने बुलाया है. ഈ ഒരു ചോദ്യത്തിന് മുൻപിൽ മനുഷ്യരുടെ ആരുടെയെങ്കിലും മുഖമാണ് നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അവരാരും നമുക്ക് വേണ്ടി വിശ്വസ്തരായിരിക്കത്തില്ല. यदि हम जिस प्रश्न को जो अपने आप से पूछते हैं, तो यदि उसके सामने हमारे उत्तर के रूप में यदि किसी मनुष्य का चेहरा यदि याद आता है, तो मैं आपसे कहना चाहती हूँ कि कोई मनुष्य हमारे सामने विश्वास योग्य नहीं रह सकता. क्योंकि മനുഷ്യനാണ്, അവർക്ക് പരാജയങ്ങൾ സംഭവിക്കാം, അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കാരണം നമുക്ക് ഒരു മനുഷ്യരിലും നമുക്ക് ആശ്രയിക്കാൻ കഴിയത്തില്ല. നമ്മളെ വിളിച്ചത് സ്വർഗസ്ഥനായ ദൈവമാണ്. क्योंकि एक मनुष्य है, उनके जीवन में बलहीनता हो सकती है, उनके पास सीमाएं बहुत है, और केवल एक मनुष्य होने की वजह से वो हमारे साथ हमेशा विश्वास योग्य बनकर नहीं रह सकता. അതിനൊരു മുഖാന്തരമായിട്ട് ദൈവം ഒരുപക്ഷെ ഒരു മനുഷ്യനെ ഉപയോഗിച്ചിരിക്കാം, ഒരു ചർച്ചിന്റെ പാസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയോ, അങ്ങനെ ആരെയെങ്കിലും ഒരു മനുഷ്യനെ ദൈവം അതിന് മുഖാന്തരമായിട്ട് ഉപയോഗിച്ചിരിക്കാം. പക്ഷെങ്കിൽ യഥാർത്ഥമായി നമ്മളെ വിളിച്ചത് സ്വർഗസ്ഥനായ ദൈവം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം നൽകിയ യേശു ക്രിസ്തുവാണ്. एक मनुष्य केवल हमारे जीवन में मसीह को जानने के लिए एक वजह हो सकती है, या परमेश्वर ने उन्हें इस्तेमाल किया है कि हम परमेश्वर की ओर करीब आए, लेकिन हमारा बुलाने वाला हमारा परमेश्वर, और वो सच्चा है और वो विश्वास योग्य है. ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആദ്യോടന്തം നമുക്ക് വേണ്ടി വിശ്വസ്തനായിരുന്ന നമ്മുടെ കാര്യങ്ങളെ ചെയ്തു തരുവാൻ കഴിയുള്ളൂ. और केवल परमेश्वर ही हमारे साथ शुरू से लेकर अंतिम दिन तक हमारे साथ विश्वास योग्यता के साथ, सच्चाई के साथ रहकर हमारी सारी जरूरतों को वो पूरा कर सकता है. നമുക്ക് വേണ്ടി സകലവും നിർവഹിച്ചു തരുന്നത് കേവലം ഈ ഭൂമിയിലെ ആവശ്യങ്ങൾ മാത്രമല്ല, केवल इस संसार की जरूरतें नहीं, വരുവാനിരിക്കുന്ന ലോകത്തിൽ, അതായത് നിത്യതയിലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായിട്ട് നിൽക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. आने वाले युग में भी, इस नित्य जीवन में भी जो कुछ भी हमें जरूरत है वो सब कुछ हमें प्रदान कर हमें खड़ा रखने के लिए परमेश्वर ने हमें बुलाया है. നമ്മളെ വിളിച്ച ദൈവം എങ്ങനെയാണ് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നത്? तो हमें बुलाया हुआ परमेश्वर किस प्रकार से हमें उस अनंत जीवन के तैयार करता है. 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. शांति का परमेश्वर आप ही तुम्हें पूरी रीति से पवित्र करे. തൊട്ട് മുന്നത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നമുക്ക് സമാധാനം തരുന്നത് നമ്മുടെ ദൈവമാണ്. हमने पहले पढ़ा कि हमें शांति देने वाला हमारा परमेश्वर है. ആ സമാധാനത്തിന്റെ ദൈവം നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കുവാൻ ഇടയാകും.
और वो शांति का परमेश्वर हमें पूरी रीति से पवित्र करता है। നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ പുറത്തെ മനുഷ്യൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നടപ്പ് എല്ലാം എല്ലാം ശുദ്ധീകരിച്ച് നമ്മുടെ അനന്ത ജീവിതത്തിന് നമുക്ക് എപ്രകാരം നമ്മളായിരിക്കണോ അങ്ങനെ ആക്കി എടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും. हमारा अंदर का मनुष्य, आंतरिक मनुष्य, हमारा बाहरी मनुष्य, परमेश्वर ये जो हमारा शांति का परमेश्वर है वो पूर्ण तौर से हमें पवित्र करके, शुद्ध करके उस अनंत जीवन के लिए परमेश्वर हमें तैयार कराता है। അടുത്ത വായിക്കുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. आगे इस प्रकार से लिखा है, क्योंकि तुम्हारी आत्मा और प्राण और देह हमारे प्रभु यीशु मसीह के आने तक पूरे पूरे और निर्दोष सुरक्षित रखे। കാരണം നമ്മൾ വചനത്തിൽ വായിക്കുന്നു, വിശുദ്ധിയോടുകൂടെ അല്ലാതെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയത്തില്ല. कारण वचन में इस प्रकार से हम पढ़ सकते हैं कि पवित्रताई के बिना हम उस दूसरे आगमन पर उठा नहीं लिया जाएगा। ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം ശുദ്ധീകരണമാണ്, വിശുദ്ധീകരണമാണ്. परमेश्वर के बच्चों के बारे में भी परमेश्वर का जो इच्छा है, चाहत यह है कि उनका पवित्रता और उनका शुद्धिकरण। ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുന്നിടത്തോളം കാലം നമുക്ക് രോഗസൗഖ്യം ആവശ്യമാണ്, നമുക്ക് സാമ്പത്തിക നന്മ ആവശ്യമാണ്, നമുക്ക് നല്ല ജോലി ആവശ്യമാണ്. എല്ലാം ആവശ്യമായിരിക്കുമ്പോൾ തന്നെ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് വെക്കുകയാണെങ്കിൽ അതിന് ആദ്യം വരുന്നതാണ് ദൈവമക്കളുടെ വിശുദ്ധി, നിത്യതയിൽ ഉള്ള നമ്മുടെ പ്രവേശനം. ഇതിനെല്ലാമാണ് പ്രയോറിറ്റി ഉള്ളത്. लेकिन यहाँ पर भी उस हिसाब से हमारे जीवन में हमारी बीमारी को चंगा प्राप्त करना, ऐसे कई प्रकार की जरूरतें हमें हमारे भौतिक जीवन में जरूरत है। लेकिन साथ ही साथ में हमारे जो कुछ भी हमें पवित्रताई के लिए जरूरत है वो भी सब कुछ परमेश्वर हमें प्रदान करके खड़ा कराता है। നമ്മളെ വിളിച്ച ദൈവം കേവലം ഈ ഭൂമിയിൽ ഒരു രോഗസൗഖ്യം തരാന്, അല്ലെങ്കിൽ കടഭാരം മാറ്റാന്, അല്ലെങ്കിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, ഇത്രയും തന്നിട്ട് നിന്റെ വഴിക്ക് പോക്കോ എന്ന് പറയുന്ന ഒരു ദൈവമല്ല നമ്മളെ വിളിച്ചത്. हमारा बुलाने वाला परमेश्वर केवल हमारे बीमार से चंगा देके, हमारे कर्ज को चुका के, या हमारे बच्चों को अच्छे से एजुकेशन वगैरह देके, या थोड़ी मोड़ी भौतिक चीजों को देने के बाद हाँ बस इतना ही कहकर जाने वाला परमेश्वर नहीं है। വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ, ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോയ ദൈവം പോയിട്ട് സ്ഥലം ഒരുക്കിയതിനു ശേഷം മടങ്ങി വരും, വീണ്ടും നമ്മളെ ചേർത്തുകൊണ്ട് താൻ ഇരിക്കുന്ന ഇടത്ത് ഇരുത്താം എന്ന വാഗ്ദത്തം തന്ന ദൈവം. हमें जब प्रतिज्ञाओं के बारे में जब हमने सुना तो हमें परमेश्वर यहाँ से हमारी जगह बनाने जाने वाला परमेश्वर, और हमें लेने के लिए वापस आने वाला परमेश्वर, और जहाँ पर वो बैठा है उसके दाहिने और हमें बिठाऊंगा ऐसा वादा किया हुआ परमेश्वर। വിശുദ്ധിയിൽ ജീവിക്കുന്ന ഓരോ ദൈവമക്കളെയും ആ നിത്യതയിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. पवित्रता में जीने वाले हर एक बच्चों को उस अनंत जीवन तक पहुंचाना, ऐसा ही एक लक्ष्य के साथ परमेश्वर ने हमें बुलाया है। അതാണ് നമ്മൾ 24ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. इसके लिए हमने 24 आयत में पढ़ा कि हमारा बुलाने वाला सच्चा है, അവൻ അത് നിവർത്തിക്കും, और वो उसे पूरा करेगा। എന്താണ് ദൈവം നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്നത്? क्या परमेश्वर हमारे लिए पूरा करेगा? തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭൂമിയിലെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി നിവർത്തിച്ചു തരും. हमारे जीवन में इस संसार की जो भी जरूरतें हैं, वो छोटी हो चाहे बड़ी हो, परमेश्वर पूरा करके देगा। ഒരുപക്ഷെ നമുക്ക് തോന്നും, ഇത്രയും നാളുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ വിഷയത്തിന് ഒരു മറുപടി ഇല്ലല്ലോ ദൈവമേ. हो सकता है कि हमें कई बार प्रार्थना किया होगा, हम सोचते होंगे कि इस प्रार्थना का उत्तर नहीं मिल रहा है परमेश्वर। ഇത്രയും ഞാൻ ഉപവസിച്ചിട്ടും എന്റെ ഈ പ്രശ്നത്തിന് ഒരു മാറ്റമില്ലല്ലോ ദൈവമേ. इतना उपवास करने के बाद भी मेरे जीवन में कुछ जवाब नहीं मिल रहा है। അതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ അറിയുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. वो कुछ भी क्यों ना हो, हमारे मांगने से पहले ही सब कुछ जानने वाला परमेश्वर है। അതെല്ലാം അതിന്റെ സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. वो सब कुछ उसके समय पर पूरा होगा। അത് മാത്രമല്ല ദൈവം നമുക്ക് വേണ്ടി നിവർത്തിക്കുന്നത്. केवल उतना ही नहीं परमेश्वर हमारे लिए करता है। നമ്മൾ 23ാമത്തെ വാക്യത്തിൽ വായിച്ചു, നമ്മളെ മുഴുവൻ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. हमने 23 पद में पढ़ा कि हमें पूरी तौर से पवित्रता में लेकर आने के लिए परमेश्वर सामर्थ्य है। നമ്മുടെ ആത്മാവിനെ, നമ്മുടെ പ്രാണനെ, നമ്മുടെ ദേഹത്തെ ദൈവത്തിന്റെ വീണ്ടും പ്രത്യക്ഷതയിൽ, യേശുക്രിസ്തുവിന്റെ വീണ്ടും ഉള്ള പ്രത്യക്ഷതയിൽ നമ്മൾ അനിന്യരായി വെളിപ്പെടുവാൻ തക്കണം. നമ്മുടെ അകത്തെ മനുഷ്യന്, നമ്മുടെ ആത്മാവിന് കറയും വാട്ടവും ചുളുക്കവും മാലിന്യവും ഒന്നുമില്ലാത്തവരായി നമ്മളെ പ്രത്യക്ഷപ്പെടുത്തുവാൻ, അതുവരെ നമ്മളെ കാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും.
और हमारे परमेश्वर मसीह के दूसरे आगमन में हमें परमेश्वर उठा लिए जाने के लिए हमारे आत्मिक मनुष्य को, हमारी आत्मा को बिना कोई निर्दोष के साथ, बिना कोई पाप के साथ खड़ा कराने के लिए परमेश्वर हमें तैयार कराते, परमेश्वर उसके लिए सामर्थ्य है। ഒരു ദൈവ പൈതലായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ കർത്താവിന്റെ വരവിനായി നമ്മളെ തന്നെ ഒരുക്കുക എന്നതാണ്. एक परमेश्वर की संतान होकर जीने का हमारा जीवन का लक्ष्य यही है कि उसके दूसरे आगमन में हम अपने आप को तैयार करना। ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്ന പോലെ एक कॉइन का जिस प्रकार से दो तरफ होता है, നമ്മൾ ദൈവത്തിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന ആ സമയം തന്നെ അതിന്റെ മറുവശത്ത് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് പലവിധ ആവശ്യങ്ങൾ കാണും. നമ്മൾ രോഗികളായി ഭാരപ്പെടും, അല്ലെങ്കിൽ നമുക്ക് പല സാമ്പത്തിക ആവശ്യങ്ങൾ കടന്നു വരും. जैसे हम इस संसार में जी रहते हैं तो हमें सांसारिक तौर से भी हमारे जीवन में बहुत सारी जरूरतें हमारे जीवन में आ सकती है, आती है। ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ जब हमारे जीवन में ये परेशानियां, प्रतिकूल की अवस्थाएं जब आती है, നമ്മുടെ കുറിവാക്യത്തിന്റെ 24-ാമത്തെ വാക്യം നമ്മളെ ആ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മളെ ബലപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ये जो हमने शुरुआत में पढ़ा उस आयत के जो 24वें आयत था वो हमें बलवंत करने पाए। യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. परमेश्वर मेरा भाग है, वो मेरा दिल कहता है। അതെ, നമുക്ക് ഉള്ള ഏറ്റവും വലിയ ഓഹരിയാണ് നമ്മുടെ ദൈവം. हमारे जीवन का सबसे बड़ा भाग जो है वो हमारा परमेश्वर है। നമുക്ക് ബാങ്ക് ബാലൻസ് ഇല്ലായിരിക്കും, हो सकता है कि हमारे पास बैंक बैलेंस नहीं होगा, നമുക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, हो सकता है कि हमारे जीवन में कोई उतना पढ़े लिखे नहीं होंगे, നമുക്ക് സമൂഹത്തിൽ നല്ല മാന്യമായ സ്ഥാനമൊന്നും ഇല്ലായിരിക്കാം. हो सकता है कि हमें संसार में हमें उतनी बड़ी पदवी नहीं हो सकती है, എങ്കിലും നമുക്ക് പ്രശംസിക്കാൻ ഒന്നുണ്ട്, അത് നമ്മുടെ കർത്താവായ ദൈവമാണ്. लेकिन हमें प्रशंसा करने के लिए, हमें घमंड करने के लिए हमारे पास एक है, वो हमारा मसीह है। പലപ്പോഴും മനുഷ്യർക്ക് മോട്ടിവേഷൻ ആവശ്യമാണ്. कई बार मनुष्य को मोटिवेशन की जरूरत होती है। ഈ മക്കളാണെങ്കിൽ പേരൻസ് അവരെ മോട്ടിവേറ്റ് ചെയ്യും, അത് बच्चे ചെയ്യും, हैं അത് तो നല്ലതാ, ഇത് ചെയ്യും, അത് നല്ലതാ, അങ്ങനെ. बच्चे हैं तो पेरेंट्स उनको मोटिवेट करते हैं कि ऐसे करो तो ये अच्छा है, ऐसा मोटिवेट किया जाता है। പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. लेकिन कई बार अपने जीवन में खुद को एक सेल्फ मोटिवेशन, खुद को प्रोत्साहित करना जरूरी है। അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, എന്റെ ഉള്ളം പറയുന്നു. वही हमने यहाँ पर पढ़ा कि मेरा दिल कह रहा है। ഈ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ പറയുന്നതൊക്കെ ഒരു പക്ഷേ 70%ഓ 75%ഓ നമ്മൾ കേൾക്കാറുള്ളൂ. हमारे जो पड़ोस में कहने वाले लोगों की बात हम हो सकता है कि हम 70% या 75% ही हम सुनते होंगे, പക്ഷെ നമ്മുടെ ഉള്ളം നമ്മളോട് പറയുന്നത് നമുക്ക് എപ്പോഴും കേൾക്കുവാൻ കഴിയും. लेकिन मेरा मन जो मुझसे कहता है वो हमेशा सुन सकता हूँ। അപ്പൊ നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം. യഹോവ എന്റെ ഓഹരി, എന്റെ ദൈവം എന്റെ ഓഹരി, എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്ന് നമ്മൾ എപ്പോഴും നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. तो मेरा मन में खुद हम अपने आप को खुद को प्रोत्साहित करते रहना है कि परमेश्वर मेरा भाग है, उस पर मैं आशा रखे रहूंगा, वो मेरे साथ है, ऐसा कहकर खुद को प्रोत्साहित करते रहना जरूरी है। എങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഹൃദയം നമ്മളോട് എന്ത് പറയുന്നു, അല്ലെ നമ്മുടെ മനസ്സ് നമ്മളോട് എന്ത് പറയുന്നു, അത് നമ്മൾ ശ്രദ്ധിക്കുവാൻ ഇടയാകും. जब हम सोते रहेंगे, जागे रहेंगे तो हमेशा अपना दिल, मेरा मन मुझसे क्या कह रहा है वो हम सुन सकते हैं। അപ്പം നമ്മുടെ ഈ സെൽഫ് മോട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുവാൻ ഇടയാകണം. അതിനായി നമ്മൾ ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും ധ്യാനിക്കുവാൻ ഇടയാകണം. അങ്ങനെ ഈ വചനം അതിൽ ഒന്നായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യഹോവ എന്റെ ഓഹരി. या हमारे जीवन में भी जब हम अपने आप को, जब हम निराश पे चले जाते हैं तो उस वक्त ये जो पद है वो खुद को, हमारे खुद मोटिवेशन के लिए, खुद का प्रोत्साहन के लिए ये पद हमें सहायता करने पाए, वो ये है कि यहोवा मेरा भाग है। അപ്പൊ ഈ വചനം ഇതിന്റെ 22-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു. അതിന്റെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. यहाँ पे हमने 22 से लेकर 24 तक इस प्रकार से हमने पढ़ा। पहला हमने यह पढ़ा कि हम मिट नहीं गए हैं, वो यहोवा के करुणा का कारण है। ദൈവത്തിന്റെ കരുണ ഒരിക്കലും തീർന്നു പോകുന്നില്ല. परमेश्वर की करुणा वो कभी खत्म नहीं होती। ദൈവത്തിന്റെ ദയ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ രാവിലെ തോറും ഓരോ മനുഷ്യർക്കും എപ്രകാരം ആവശ്യമോ അങ്ങനെ അത് പുതുതായി ഇരിക്കുന്നു. परमेश्वर की दया जो है वो प्रतिदिन भोर होते ही वो एक मनुष्य को किस प्रकार से जरूरत है उस प्रकार से वो नई होते जाती है। ദൈവത്തിന്റെ വിശ്വസ്തത വളരെ വലുതാണ്. उसकी सच्चाई महान है।
നമ്മൾ അവിശ്വസ്തരായി തീർന്നിട്ടും നമ്മുടെ അവിശ്വസ്തത ഒന്നും കണക്കിടാതെ നമുക്ക് വേണ്ടി വിശ്വസ്തനായി നിലനിൽക്കുന്ന ദൈവം हम कई बार अविश्वासी होने के बावजूद भी परमेश्वर हमारे साथ विश्वास योग्य ही रहता है। നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവം हमें पवित्र करने वाला परमेश्वर, നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും വീണ്ടും വരവിനായി കാക്കുന്ന ദൈവം हमारे आत्मा, प्राण और शरीर को उसके दूसरे आगमन तक हमें संभाल कर सुरक्षित रखने वाला परमेश्वर, ഇത്രയും നല്ലൊരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ഓഹരിയായ ദൈവം हमारा भाग है यहोवा परमेश्वर, ഇത്രയും വലിയവനായ ദൈവം ഇത്രയും നല്ലവനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ ഇതിനു മുന്നേ 1 മുതൽ 20 വാക്യങ്ങളിൽ വരെ ഉള്ള എല്ലാ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഒന്നുമില്ലാതായി പോകുന്നു. जब हमारे साथ हम इस परमेश्वर को समझ रहे हैं कि परमेश्वर इतना महान है और इतना सामर्थी परमेश्वर जब हमारे साथ है, तो जिस प्रकार से यहाँ से पहले से 20 आए तक जो हमारे जीवन में आने वाली कुछ शिकायतें हैं, तो यदि हम परमेश्वर की महानता को स्मरण करेंगे तो ये सारी शिकायतें जो है वो हम हमारे जीवन में ऐसा हो सकता है कि वो सारी परेशानियां व्यर्थ में है और वो कुछ नहीं है हमारे जीवन में। അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാനായി വീണ്ടും വരുവോളം നമ്മൾ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ അഭിമുഖീകരിച്ച് തരണം ചെയ്ത് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. हमारे जीवन में सारे परमेश्वर के दूसरे आगमन तक हमारे जीवन में आने वाली सारी कठिनाइयों को, मुसीबतों को हमें फेस करके उसका सामना करके आगे बढ़ना जरूरी है। എങ്കിലും ഇന്ന് നമ്മൾ കേട്ട വചനം നമ്മുടെ ആ പ്രതിസന്ധികളിലും അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ഒരു പുതുവർഷം ദൈവം നമുക്ക് ദാനമായി തരുന്നെങ്കിൽ ഈ വചനങ്ങൾ ദൈവം നമുക്കത് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഈ സമയം വരെയും നമ്മൾ മുടിഞ്ഞു പോകാതെ നമ്മളെ കാത്ത ദൈവത്തിന് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം. आने वाले दिनों में भी परमेश्वर ये वचन हमारे जीवन में बलवंत करने पाए और परमेश्वर ये साल हमने सुदया के साथ परमेश्वर ने हमें रखा है, तो इसके लिए हम परमेश्वर को बड़ी धन्यवाद के साथ, कृतज्ञता के साथ रहेंगे। കർത്താവിന്റെ വീണ്ടും വരവിനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. मसीह के दूसरे आगमन के लिए हम अपने आप को तैयार करेंगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ये वचन से परमेश्वर हम सबको आशीष करने पाए। ട്രാൻസ്ലേറ്റ് ചെയ്ത മോളോട്ടുള്ള നന്ദി അറിയിക്കും. ट्रांसलेट किया हुआ बेटी को भी धन्यवाद देना चाहती हूँ। താങ്ക് യു. थैंक यू। എന്റെ പേര് ലിഷ അജിത്തൻ ആണ്. मेरा नाम लिशा अजित है। ഞാൻ ഇടയ്ക്ക് മെസ്സേജിന്റെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ 17ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായത്. मैंने जिस प्रकार से मैसेज में कहा वैसे मैं 17 उम्र में उद्धार हुआ है मेरा। 17ാമത്തെ വയസ്സ് വരെയും ക്രിസ്ത്യാനിയായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഓർത്തഡോക്സ് വിശ്വാസത്തിലായിരുന്നു. 17 साल तक मैं विश्वास ही थी, ऑर्थोडॉक्स के विश्वास में थी। എങ്കിലും കാര്യമായിട്ട് നല്ല വളരെ ഏറ്റവും എന്താ പറയുന്നത് ബൈബിൾ വായിക്കുന്നത് ഇപ്പം രാവിലെ വൈകിട്ടും പ്രെയർ ഉണ്ട് വീട്ടില്. പക്ഷേങ്കില് സങ്കീർത്തനം അല്ലാതെ വേറെ ഒന്നും വായിക്കാറില്ല. लेकिन मैं परमेश्वर से उतनी करीब नहीं थी। हमारे सुबह शाम घर पे प्रार्थना होते हैं, लेकिन भजन संगीत के अलावा हम कुछ पढ़ते नहीं थे। അങ്ങനെ 17 വർഷക്കാലം അങ്ങനെ കടന്നുപോയി. वैसा 17 साल निकल गया। അതിന്റെ ഇടയില് എന്റെ പപ്പയാണ് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുന്നത്. इसके बीच में मेरे पिताजी पहले मसीह में आते हैं। പപ്പ വിശ്വാസത്തിൽ വന്നെങ്കിലും അങ്ങനെ ഞങ്ങളെ आരെയും അങ്ങനെ കമ്പലൊന്നും ചെയ്തില്ല. നിങ്ങൾ വിശ്വാസത്തിൽ വരണം അല്ലെങ്കിൽ ഇതാണ് സത്യം അങ്ങനെ ഞങ്ങളെ ആരെയും പറഞ്ഞില്ല. हम मसीह में आने पापा मसीह में आ गए थे, फिर पापा ने हमें कोई फोर्स नहीं किया, जबरदस्ती नहीं किया था मसीह में आने के लिए। പപ്പ അന്ന് സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. पापा उस टाइम सऊदी में थे। അപ്പൊ മമ്മിക്ക് അന്നൊക്കെ ലെറ്റർ ഇങ്ങനെ ആരെങ്കിലും വരുന്നവരുടെ കയ്യിൽ ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തു വിടാറുണ്ട്. तो मम्मी के हाथ में लेटर भेजा था। उस जमाने में ऐसा होता था कि जो लोग सऊदी से केरला में आते उनके हाथ में लेटर लिख कर भेजा जाता था। സാധാരണ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സുഖമാണോ എന്തുകൊണ്ട് വിശേഷം മക്കളൊക്കെ എന്ത് ആ ഒരു ഇതാണല്ലോ സാധാരണ ലെറ്ററിൽ ഉണ്ടാവേണ്ടത്. तो जब लेटर को सोचते हैं तो हमें साधारण तौर से ऐसा लगता है कि कैसे हो, सब ठीक है ना, बच्चे सब ठीक है ना, ऐसा लेटर में होना चाहिए। പക്ഷെ പപ്പ ഓരോ ദിവസവും ഇങ്ങനെ എഴുതും. അതാണ് ഒന്നിച്ച് ഒരാൾ വരുമ്പോ കൊടുത്തു വിടുന്നത്. लेकिन हमारे पापा जो थे वो हर दिन कुछ ना कुछ लिखते थे और वो सब मिलाकर जब वहां से कोई आता था तो उनके हाथ में भेजते थे.
അതിൻ്റെ അകത്ത് എന്താ ക്ഷേമാന്വേഷണം ഒന്നും അല്ലായിരുന്നു. ദൈവത്തിന്റെ വചനമാണ് ഇങ്ങനെ തന്നെയും പിന്നെയും അത് തന്നെ എഴുതിയാണ് ഈ ലെറ്ററുകൾ വന്നുകൊണ്ടിരുന്നത്. लेकिन उस लेटर के अंदर हम कैसे हैं वो हमारी नहीं पूछताछ करते थे, लेकिन उसके अंदर सारा वचन भरा रहता था और वो वचन लिख लिख कर हमें भेजा करते थे। അങ്ങനെ കുറേ ലെറ്റർ ആയപ്പോ മമ്മിക്ക് തോന്നി ഇത് ഇങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ, അപ്പൊ ഈ ലെറ്ററിനൊക്കെ തിരിച്ച് മറുപടി ലെറ്റർ എഴുതണമല്ലോ എന്ന് വിചാരിച്ച് മമ്മി ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. ഇതിന് മറുപടി ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് സേഫ് സോണിൽ ആക്കാൻ വേണ്ടി വല്ല വാക്യമുണ്ടോ എന്ന് തപ്പി തുടങ്ങിയതാണ്. तो ऐसे लेटर जब आने लगा बहुत सारे पापा की तरफ से, तो एक दिन मम्मी को ऐसा लगा कि ये सब सुनते ही बैठना ठीक नहीं है, तो मुझे इसका जवाब भी कुछ तो देना पड़ेगा। तो कुछ ऐसा कुछ पद जो हम अपने आप को सेफ जोन पे रख सकते हैं, ऐसा कुछ पद है क्या? ऐसा देखने के लिए मम्मी वचन पढ़ने लगी। അങ്ങനെ മമ്മി വചനം വായിച്ച് വായിച്ച് മമ്മിക്ക് എതിരായിട്ടുള്ള വാക്യമൊന്നും കിട്ടിയില്ല. അവസാനം മമ്മി രക്ഷയിലേക്ക് കടന്നു വന്നു. तो मम्मी वचन पढ़ पढ़ के मम्मी को उसके अगेंस्ट में कुछ मिला नहीं, तो फिर मम्मी खुद बिलीफ में, विश्वास में आ गई। അപ്പം മമ്മി സ്നാനപ്പെട്ടു. मम्मी ने भी बपतिस्मा लिया। അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്കൊരു ബ്രദർ ഉണ്ട്. അവന് എന്നെക്കാളും 13 വയസ്സ് ഇളയതാണ്. उस समय में हमारा एक भाई है, वो हमसे 13 साल छोटे हैं। എനിക്കൊരു ചേച്ചിയുണ്ട്. मुझे एक बहन है। അപ്പം ചേച്ചി നഴ്സിംഗ് പഠനത്തോടുള്ള ബന്ധത്തിൽ ബോംബെയിലാണ്. എന്ത് പഠനം? നഴ്സിംഗ്. हाँ, तो मेरी बहन जो है वो बीएससी के पढ़ने के लिए वो बैंगलोर में है। ഈ സമയത്ത് മമ്മി സ്നാനപ്പെടുന്ന സമയത്ത് मम्मी जब बपतिस्मा लेती है उस वक्त। പിന്നെ വീട്ടിലുള്ളത് ഞാനുണ്ട്, കുഞ്ഞ് ബ്രദറുണ്ട്, അപ്പച്ചനുണ്ട്, എന്റെ പപ്പയുടെ പപ്പ. फिर घर पे मैं हूँ और मेरे पापा की पापा है और मेरा भाई है। അപ്പം ചേച്ചിക്ക് മമ്മി പിന്നെ ചർച്ചിൽ പോകാൻ തുടങ്ങി, മീറ്റിങ്ങിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ എന്നെ വിളിക്കാൻ തുടങ്ങി, മീറ്റിങ്ങിലും ആകെ പാടെ ബുദ്ധിമുട്ടായി എനിക്ക്. फिर मम्मी जब कलीसिया में जाने लगी तो मुझे बुलाने लगी कि चर्च में आ, मीटिंग में आ, तो वो मुझे थोड़ा दिक्कत होने लगा। ബ്രദറ് കുഞ്ഞായതുകൊണ്ട് അവന് പ്രശ്നമില്ല, അവനെ എടുത്തോണ്ട് പോവും, അവനോടെ പോയിരിക്കും. പക്ഷെ എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവരെന്തിനാ ഇത്രയും ഒച്ചത്തില് പ്രാർത്ഥിക്കുന്നത്, ഇവരെന്തിനാ ഇത്ര ഒച്ച ഉണ്ടാക്കുന്നത്, അതൊക്കെയായിരുന്നു എന്റെ ബുദ്ധിമുട്ട്. फिर भाई छोटा होने की वजह से भाई को तो उठाकर लेके जाते थे, लेकिन मुझे वहां पे जाके बैठना काफी दिक्कत होता था। तो मेरा यही प्रॉब्लम था कि इन लोग क्यों काफी जोर से बात करते हैं या काफी चिल्लाकर क्यों आराधना करते हैं। അങ്ങനെ എനിക്ക് കഴിയാവുന്ന അത്രയും ഞാൻ പ്രയറിനൊന്നും പോകാതെ മാക്സിമം ഞാൻ പിടിച്ചു നിന്നു. तो कहीं जितना हो सके उतना मैं प्रार्थना में नहीं जाती थी, मैं ऐसा अपने आप को रोक कर रखती थी। അതിനൊരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ ആ സമയത്ത് ഞാൻ 12th പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. സോ മോർണിംഗ് ബാച്ച് ആണ് എന്റെ ട്യൂഷൻ. तो उदाहरण के लिए कहा जाए तो मैं उस समय 12th में पढ़ाई कर रही थी और मैं ट्यूशन सुबह के समय पे ट्यूशन रहता था। ഞാൻ ഈ സൺഡേ ആരാധനയ്ക്ക് എന്നെ വിളിക്കാൻ തുടങ്ങി. അത് എനിക്ക് സഹിക്കാൻ പറ്റാതായി. അപ്പൊ ഞാൻ ഈ സൺഡേ മോർണിംഗ് ബാച്ചിലെ ട്യൂഷൻ എല്ലാം അവിടെ മാറ്റി ഞാൻ സൺഡേ ബാച്ചിലെ ട്യൂഷനിലോട്ട് ചാടി. तो मम्मी ऐसे बुलाने की वजह से मैं तंग आकर, मुझे नहीं जाना था, परेशान होकर मॉर्निंग बैच का ट्यूशन से हटकर संडे ट्यूशंस में ज्वाइन हो गई। അങ്ങനെ കുറച്ച് നാള് സൺഡേ ട്യൂഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ऐसे कुछ समय संडे ट्यूशंस में मैंने आपसे जाकर मैं ऐसा जीवन गया, मेरा बिताया। അങ്ങനെ എനിക്ക് ഒരു 2006 ഒക്ടോബറില് ചർച്ചിൽ 21 days ഫാസ്റ്റിംഗ് പ്രയർ വെച്ചു. वैसे 2006 अक्टूबर में कलिसिया में 21 डेज का फास्टिंग प्रार्थना रखा, उपवास प्रार्थना रखा गया था। മമ്മി സ്നാനപ്പെടുന്നത് മെയ് മാസമാണ്. मम्मी का बपतिस्मा मई में हुआ था। ആ സമയത്ത് അതിന്റെ ശേഷം അപ്പച്ചനുണ്ട് വീട്ടിൽ, പപ്പയുടെ പപ്പയുണ്ട്. घर पे दादाजी है। ഏതൊരു മീറ്റിങ്ങിലും അല്ലെങ്കിൽ ചർച്ചിലെ ആന്റിമാര് പാസ്റ്ററങ്ങളൊക്കെ എപ്പോ നമ്മളെ കണ്ടാലും അവർക്ക് ഒന്നേ പറയാനുള്ളൂ, കുഞ്ഞെ സത്യം ഇതാണ്, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി ജീവിക്കുന്നു, പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും. എപ്പോ നമ്മളെ ഏതോ ഒരു വഴി വെച്ച് കണ്ടാലും ഇതാ അവർക്ക് പറയാനുള്ളൂ. तो जब भी मुझसे कोई मिलता था, पास्टर हो चाहे चर्च के विश्वासी हो, कहीं पे भी कोई भी घर पे हो चाहे बाहर हो, कहीं भी वो मुझे देखते तो मुझसे एक ही चीज कहा जाता था कि बेटी यीशु मसीह ने मेरे लिए, आप तुम्हारे लिए, पापों के लिए मरा है और वो जी उठा है, ऐसा मुझसे बार बार कहते थे। ഈ ഒക്ടോബർ 1 തുടങ്ങിയ ഉപവാസ പ്രാർത്ഥന, अक्टूबर 1 में आरंभ किया हुआ ये उपवास प्रार्थना, അതിൽ ഞാനും എന്റെ ചേച്ചിയും അപ്പച്ചനും ഒക്കെ ഞങ്ങൾ എല്ലാരും വിശ്വാസത്തിൽ വരുന്നത് ഒരു വിഷയമായിരുന്നു.
उसमें मैं, मेरी बहन, मेरे दादा सब लोग विश्वास में आने का एक विषय था। ഇങ്ങനെ പേരെഴുതി വെച്ച് അവർ പ്രാർത്ഥിക്കുവാ ഈ കുഞ്ഞുങ്ങളോട് ദൈവം ഇടപെടണമേ, കുഞ്ഞുങ്ങളോട് ദൈവം സംസാരിക്കണമേ, പിതാവിനോട് ദൈവം ഇടപെടണമേ. അങ്ങനെ ഞങ്ങൾ മാത്രമല്ല, ഒത്തിരി അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് ഈ വിശ്വാസത്തിൽ വരാതെ മാറി നിൽക്കുന്ന എല്ലാവരും എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. उन लोग सबका नाम लिख के प्रार्थना करते थे कि हमारा भी नाम लिख के प्रार्थना करते थे कि ये बच्चे परमेश्वर मसीह में आने पाए, विश्वास में आने पाए, परमेश्वर तू उन्हें छूना, ऐसा प्रार्थना किया करते थे। അങ്ങനെ അതിന്റെ 4-ാമത്തെ ദിവസം, ऐसे उपवास ഉപവാസ प्रार्थना के പ്രാർത്ഥനയുടെ चौथे दिन 4-ാമത്തെ ദിവസം उपवास प्रार्थना के चौथे दिन ആ, ദൈവം എന്നോടും ഇടപെട്ടു, എന്നെയും തൊട്ടു. परमेश्वर ने मुझे भी छुआ। ഞാൻ ചർച്ചിലൊന്നും പോയില്ല, ഞാൻ പ്രേയറിന് പോകുന്നില്ല. കാരണം 12th ആയിരുന്ന കാരണം സ്കൂളിൽ പോവും, തിരിച്ചു വരും, പിന്നെ വീട്ടിൽ നിന്ന് പഠിത്തം, അങ്ങനെ ചർച്ചിലൊന്നും പോയില്ല. പക്ഷെ മമ്മി പ്രേയറിന് പോയിരിക്കുമായിരുന്നു. പ്രേയറിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ മമ്മിയോട് പറയാൻ തുടങ്ങി, പാസ്റ്റർ അങ്കിളിനെ വിളിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. मैं चर्च नहीं जाती थी, प्रार्थना भी नहीं जाती थी। मैं 12th में होने की वजह से स्कूल जाती थी, फिर घर पे आती थी, बस उतना ही था। लेकिन उपवास प्रार्थना में मम्मी गई हुई थी, लेकिन मैं घर पे ही बैठ कर परमेश्वर ने मुझे छुआ था। मम्मी प्रार्थना के बाद जैसे ही घर पे आई तो मैंने कहा कि पास्टर अंकल को बुलाओ और मेरे लिए प्रार्थना करो। അങ്ങനെ അന്ന് വൈകിട്ട് പാസ്റ്റർ അങ്കിളും ആന്റിയും വീട്ടിൽ കടന്നു വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. वैसे उस दिन शाम को पास्टर अंकल आंटी मेरे घर पर आए और मेरे लिए प्रार्थना किया। അങ്ങനെ അന്ന് വൈകിട്ട് മുതല് ഞാൻ ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കാരണം എനിക്ക് കുറെ വചനമൊക്കെ എടുത്ത്, എന്തിനാണ് യേശു മരിച്ചത്, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്, സ്നാനം എന്താണ്, അതൊക്കെ ചെറിയ രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അന്നാണ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. കാരണം അതിനു മുന്നേ ഒക്കെ നമ്മളെ വഴി വെച്ചൊക്കെ തടഞ്ഞു നിർത്തി പറയുമ്പോൾ എന്തോ വഴക്ക് പറയുന്ന ഒരു ഫീലേ അന്നേരം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എങ്കില് ശരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു ഒത്തിരി പേരുടെ പ്രാർത്ഥനയല്ലേ നമുക്ക് ചുറ്റും. അപ്പൊ അത് എല്ലാം കൂടെ കർത്താവ് പ്രവർത്തിച്ചപ്പം ആ ഹൃദയത്തിന് വന്ന മനസാന്തരം അല്ലെങ്കിൽ മാറ്റം കൊണ്ട് സ്വയം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് മനസ്സിലായപ്പം ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ അന്ന് വൈകിട്ട് മുതൽ ചർച്ചിൽ പോകാൻ തുടങ്ങി. हाँ, तो उस दिन जिस दिन पास्टर अंकल आंटी मेरे घर पे शाम को आए थे, उस दिन मैंने अपने जीवन मसीह को दे दिया, उद्धारकर्ता के रूप में स्वीकार किया। तो उस दिन जो भी बातें उन्होंने मुझसे वचन खोलकर कहने लगी कि यीशु मसीह ने मेरे लिए मरा और उद्धार क्यों चाहिए, हमें क्यों ऐसा जीवन बिताना है, सारी चीजें, बपतिस्मा क्या होता है, ये सारी चीजें उन्होंने वचन से खोलकर मुझसे कहने लगी। और मैं काफी इच्छा के साथ, बड़ी आशा के साथ सब सुन रही थी। उससे पहले भी जब वो कहते थे तो हमेशा मुझे ऐसा होता था कि वो मुझे डांट रहे हैं, लेकिन उस दिन जब उन्होंने कहा तो मैं बड़ी चाहत के साथ सब सुनने लगी और मुझे वो सब समझ आने लगा कि यीशु मसीह के वाकई में यीशु मसीह ने मेरे लिए क्यों मरा है और ये सब बपतिस्मा सा मेरे जीवन में क्यों जरूरी है, वो मुझे उस दिन समझ में आया। അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ഞാൻ ഫാസ്റ്റിംഗ് പ്രയറിലെല്ലാം ചർച്ചിൽ പോയി. സൺഡേ ബാച്ചിൽ നിന്നുള്ള ട്യൂഷൻ നേരെ വീണ്ടും തിരിച്ച് മോർണിംഗ് ബാച്ചിലോട്ട് മാറി. हाँ, वैसे फिर मैं चर्च संडे को चर्च जाने लगी और संडे का ट्यूशन बैच में से हटकर वापस मॉर्निंग बैच की ट्यूशन पे चली गई। ആ സമയത്ത് ഞാൻ ഒത്തിരി ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴും കമ്മല്, ഒരു കുഞ്ഞു കമ്മല്, ഒരു കുഞ്ഞു മാല, അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. मैं ज्यादा ये ऑर्नामेंट्स यूज नहीं करती थी। स्कूल के टाइम पे भी केवल मैं एक छोटा सा ये कान इयररिंग और एक छोटा सा माला ही पहनती थी। പക്ഷേങ്കില് വിശ്വാസത്തിൽ വന്ന് ഇത് തെറ്റാണ്, ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നത് തെറ്റാണ്, അങ്ങനെയൊന്നും ഉള്ള ഒരു വിശ്വാസം കൊണ്ടല്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, ഞാൻ യേശുവിനെ സ്വീകരിച്ചു, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ കണ്ടിട്ടുള്ള വിശ്വാസികൾ ഇങ്ങനെ മീൻസ് ആഭരണം ഒന്നും ഇടുന്നില്ല. അപ്പൊ എനിക്കും ഒരാഗ്രഹം, ഞാൻ ഇവരുടെ കൂടെ മീൻസ് ഐഡന്റിക്കൽ ആവണം, എന്നെ കാണുന്നവര് മനസ്സിലാക്കണം ഇവളൊരു ബന്ധക്കോസുകാരി അല്ലെ, ഇവളൊരു വിശ്വാസിയാണ് എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ എനിക്ക് വേണം എന്നുള്ള ബോധ്യത്തില് ഞാൻ എന്റെ കമ്മലും ഒരു കുഞ്ഞുമാല അതും ഞാൻ മാറ്റി. പക്ഷെ നമ്മൾ 12th പഠിക്കുന്ന കുട്ടികളാണ്, അപ്പൊ സ്കൂളിൽ പിള്ളേരെ എന്നും കാണണം, അതൊന്നും എന്റെ ചിന്തയിൽ അന്നേരം എനിക്കതൊന്നും വലിയ കാര്യമല്ലായിരുന്നു. ഞാൻ അത് ഊരി. मेरे जीवन में मैंने फिर आगे जाते ही मेरे जो ऑर्नामेंट्स था मैंने वो निकाल दिया। वो गलत है ऐसा कुछ सोचकर नहीं था, लेकिन मुझे खुद ही मेरे मन में ऐसे आने लगा कि मुझे वो निकालना है। क्योंकि मैं परमेश्वर की संतान या विश्वासी लोग को जब देखती थी तो विश्वासी लोग जो है उन लोग नहीं पहनते थे, तो उन लोग के साथ में मिलने के लिए या मेरे को भी जो लोग देखते हैं तो मुझे भी एक विश्वासी के रूप में आइडेंटिफाई करने के लिए, एक विश्वासी जैसा मैं बनने के लिए मैं भी क्या कर दी, खुद से निकाल दी। लेकिन मैं स्कूल में जाऊंगी, मेरे दोस्त लोग मुझे देखेंगे, उन लोग क्या बोलेंगे, उनसे मिलना है, ऐसा कुछ भी मेरे मन में नहीं था। അങ്ങനെ സ്കൂളില് എല്ലാ ഫ്രണ്ട്സ് എല്ലാരും അറിഞ്ഞു ഞാൻ സ്നാനപ്പെട്ട ഒരു നമ്മുടെ നാട്ടിലെ സിസ്റ്റർ അറിയാലോ, ഇങ്ങനെ പബ്ലിക്കിലുള്ള റിവറിലോ ഒക്കെയാണ് സ്നാനം. അങ്ങനെ എന്റെ സ്നാനം
നടന്നതിന്റെ ചുറ്റുപാട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ എന്റെ സ്നാനം കാണാൻ വന്നു. तो मेरे बपतिस्मा में ऐसे मेरे सारे दोस्त लोग मेरे बारे में जानने लगे। तो हमारे केरला में बपतिस्मा ओपन स्पेस में होता है, ओपन एक रिवर में हुआ था। तो जहाँ पे मेरा बपतिस्मा था उसके आजू बाजू मेरे दोस्त लोग रहते थे। तो मेरे बपतिस्मा देखने के लिए मेरे दोस्त लोग भी वहां पर आए थे। അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാനും എന്റെ പപ്പയുടെ പപ്പയും ഞാനും അപ്പച്ചനും ഒരുമിച്ചാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. मैं और मेरे पापा के पापा जो मेरे दादा थे, हम दोनों साथ में हमारी बपतिस्मा हुई थी। അപ്പച്ചന്റെ 84ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. दादा का 84 उम्र में उन्होंने बपतिस्मा लिया। അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരാരെങ്കിലും അവരുടെ ഫാമിലി മെമ്പേഴ്സ് സ്നാനപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവര് വിശ്വാസത്തിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ള ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നിർത്തണ്ട. കാരണം അപ്പച്ചൻ സ്നാനപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പച്ചന്റെ സിസ്റ്ററിന്റെ കുഞ്ഞുനാളിലെ, അതായത് സിസ്റ്ററിന് 14-15 ഇയേഴ്സ് ഉള്ളപ്പോഴേ പുള്ളിക്കാരി വിശ്വാസത്തിൽ വന്നു. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ പോയി. പക്ഷേങ്കില് പിന്നെ ഈ അപ്പച്ചനെ കാണാൻ വരുമ്പോഴെല്ലാം പറയും, അച്ഛാ സത്യം അറിയണ്ടേ, മീൻസ് സ്നാനപ്പെടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മച്ചി മരിച്ചതിന് ശേഷമാണ് അപ്പച്ചൻ സ്നാനപ്പെടുന്നത്. हाँ, तो हमारे मेरे साथ मेरे अपचन जो मेरे दादा उनका बपतिस्मा हुआ, उनकी वजह ये था कि उनकी जो बहन है वो उनका पहले बपतिस्मा हुआ था। तो बार बार वो पूछते थे कि क्यों बपतिस्मा लेना नहीं है क्या, ऐसा पूछा करते थे। तो मैं आप लोग से भी यही कहना चाहती हूँ कि यदि आपके भी परिवार में ऐसा कोई है जो अब मसीह में नहीं आया है पूरी तौर से, या बपतिस्मा नहीं हुआ है, तो आप वो सोच कर चिंतित नहीं होना। आप ये समझना, आप जो प्रार्थना उनके लिए कर रहे हैं वो प्रार्थना कभी रोके ना, आप निरंतर उनके लिए प्रार्थना करते रहे। वो आज नहीं तो कल जो है वो विश्वास में आएंगे। ഒരുപക്ഷെ നമ്മൾ മരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും കർത്താവിന്റെ പ്രവൃത്തി അവർക്ക് വേണ്ടിയുള്ളത് അത് കർത്താവ് ചെയ്തെടുക്കും. हो सकता है कि वो हमारे मरने के बाद भी क्यों ना हो, लेकिन परमेश्वर उनके लिए जो काम रखा है वो उनके लिए परमेश्वर करेगा। അങ്ങനെ ഞാനും അപ്പച്ചനും ഞങ്ങൾ സ്നാനപ്പെട്ടു. हाँ, तो वैसा मैं और मेरे दादा हम दोनों साथ में बपतिस्मा लिया। അതിനുശേഷം ചേച്ചിയുടെ ഊഴമായിരുന്നു. उसके बाद ये मेरी बहन, बड़ी बहन घर पे आती है। അങ്ങനെ ഒരു വെക്കേഷന് ചേച്ചി നാട്ടിൽ വന്നപ്പോൾ ചേച്ചിയും സ്നാനപ്പെട്ടു. वैसे एक वेकेशन में जब वो घर पे आई तो उसका भी बपतिस्मा हो गया। അങ്ങനെ അതിനുശേഷം സ്നാനപ്പെടുന്നതിന് ശേഷം ഞാനൊരു ICPFന്റെ യൂത്ത് മീറ്റിംഗിൽ പോയി. बपतिस्मा के बाद में मैं एक ICPF के यूथ मीटिंग में गई थी। ഒന്ന് രണ്ട് മീറ്റിംഗിൽ പങ്കെടുത്തു. അതിലെ ഒരു മീറ്റിംഗിന്റെ ലാസ്റ്റ് ദിവസം നമ്മള് ഉള്ള പ്രെയറില് हाँ, तो ऐसा एक यूथ मीटिंग में मैं चली गई थी। उसके बाद का जो लास्ट मीटिंग का एक सेशन में ഈ മിഷണറീസിന്റെ ലൈഫ് സ്റ്റോറി നമ്മളെ കാണിക്കും. मिशनरीज की जो लाइफ स्टोरीज है वो हमें दिखाते हैं। അങ്ങനെ ലൈഫ് സ്റ്റോറി കണ്ട് അപ്പൊ ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി, ദൈവം എന്റെ ജീവിതത്തിൽ, കാരണം എനിക്ക് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എത്രയും എതിർത്ത് നിൽക്കാം അത്രയും ഞാൻ എതിർത്ത് നിന്നിട്ടും ദൈവത്തിന്റെ സ്നേഹമാണ് എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുത്തിയത്. तो जब वो स्टोरीज में देखी तो मैंने इस प्रकार से सोचा कि मेरी कोई योग्यता नहीं थी, मैं जितना हो सके उतना मैं इसके अगेंस्ट में थी, लेकिन परमेश्वर की दया था जो परमेश्वर ने मुझे यहाँ तक लेकर आया है। ആ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചിന്ത എന്നിൽ കടന്നു വന്നു. उस परमेश्वर के लिए मैं क्या कर सकती हूँ, ऐसा एक चिंता मेरे अंदर आया। അന്നേരം ആ ഒരു ചിന്ത കടന്നു വന്നപ്പോഴും എനിക്കറിയത്തില്ല എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. वो एक चिंता जब मेरे मन में आया था तभी भी मुझे ये नहीं पता था कि मैं क्या कर सकती हूँ। അങ്ങനെ ഞാൻ അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു. എന്റെ ജീവിതം, കർത്താവ് എനിക്ക് തരുന്ന ആയുസ്, അത് കർത്താവിന്റെ നാമമഹത്വത്തിനായി അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിച്ചു. लेकिन वहां पे मैंने एक निर्णय ले लिया कि मेरे जीवन से मैं परमेश्वर की सेवकाई करूंगी, और ऐसा मैंने मेरे जीवन को परमेश्वर की सेवकाई के लिए समर्पित कर दी। ആ ഒരു സമർപ്പണം ചെയ്യുമ്പോഴും എനിക്കറിയത്തില്ല അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്തോ ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റും, ഒന്നും അറിയത്തില്ല. പക്ഷെ ആ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപില് ദൈവവും ഞാനും മാത്രമായിരുന്നു. ആ ഒരു നിമിഷത്തിൽ ഞാൻ ആ ഒരു തീരുമാനം എടുത്തു. जब मैंने समर्पण किया तभी मुझे ये नहीं मालूम था कि मुझे आगे क्या करना है, मेरे आगे क्या होगा, मेरा भविष्य मुझे कुछ मालूम नहीं था, लेकिन मैं परमेश्वर की सेवकाई करना चाहती थी। वो इच्छा के साथ मैंने अपने जीवन को समर्पित कर दी। അത് ഞാൻ എന്റെ +2 പഠനം കഴിഞ്ഞുള്ള വെക്കേഷൻ സമയമാണ്. वो मेरे +2 की पढ़ाई के बाद का जो वेकेशन का टाइम था। അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇത് ഞാനിങ്ങനെ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചു എന്ന് കേട്ടപ്പോൾ മാക്സിമം ആൾക്കാരും അതിനെ നിരുത്സാഹപ്പെടുത്തി. वैसे जब वापस लौट कर आने के बाद जब मैंने कहा कि जब मैंने ऐसे समर्पित किया है सेवकाई के लिए, तो सब लोग ने मुझे निरुत्साहित कर दिया।
ഇത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നുന്നതാണ്. അത് അങ്ങനൊന്നും ഇല്ല. ഇന്ന് നമ്മള് ജോലിയോടും കൂടെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മള് മീൻസ് നീ പഠിക്കാനുള്ളതൊക്കെ പഠിക്കാതെ കഴിഞ്ഞ് ദൈവം അനുവദിക്കുന്ന പോലെ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ നിരുത്സാഹപ്പെടുത്തി. ये सब हमें ऐसा लगता है और ये हमें बहुत ऐसा उत्सुकता में हमें ऐसा लगता है अभी पढ़ाई करो, पढ़ाई करने के बाद अपनी नौकरी करो, नौकरी के साथ ये सब करना चाहिए, ऐसे सब लोग मुझसे कहने लगे। പക്ഷേങ്കിൽ എന്റെ പേരൻസ്, എന്റെ മമ്മിയും പപ്പായും എന്നെ അതിന് ഒരു 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 വാക്കുകൊണ്ട് പോലും നിരുത്സാഹപ്പെടുത്തിയില്ല. നീ ദൈവത്തോടെടുത്ത തീരുമാനം, അതില് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല, നീയും ദൈവവുമായിട്ട് എടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പൊക്കോ എന്ന് തന്നെ പ്രോത്സാഹിപ്പിച്ചു. लेकिन मेरे माता पिता ने मुझे निरुत्साहित नहीं किया, उन्होंने मुझसे ऐसा कहा कि तेरी इच्छा है, तूने ये निर्णय लिया है, तो जैसा पवित्र आत्मा परमेश्वर तुझे अगुवाई देता है वैसे आगे बढ़ते जा। അങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 വർഷം ഡിഗ്രി ചെയ്തു. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ ഡിഗ്രി ചെയ്തു. वैसे +2 के बाद मैंने 3 साल डिग्री किया। അതിനുശേഷം ഞാൻ സെമിനാരിയിൽ മണക്കാല പഠിച്ചു. उसके बाद सेंट मैरीज मनकाला में मैंने अपनी पढ़ाई किया। അവിടെ വെച്ചാണ് ഞാനും മോൻസിയും കാണുവാനും പരിചയപ്പെടുവാനും ഇടയായത്. वहां पर मैंने मोंसी से मेरी मुलाकात हुई थी। പക്ഷെ ഈ പഠനകാലത്തൊക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകണം. കാരണം അത് അല്ലാതെ ഇപ്പം കേരളത്തിൽ ഒത്തിരി മീൻസ് ഒത്തിരി സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഇനിയും ഒത്തിരി ആൾക്കാർ കേരളത്തിൽ ചെയ്യാൻ കഴിയും. പക്ഷെ എനിക്ക് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹം, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യണമെന്നായിരുന്നു. तो उस समय से मुझे जो है वो नॉर्थन इंडिया में आकर सेवकाई करने का बहुत सारा इच्छा थी। बहुत लोगों को मैंने देखा है हर जगह जाते हैं, लेकिन मेरे अंदर ऐसा एक बहुत बड़ा इच्छा आया कि मैं नॉर्थ इंडिया में जाकर उसकी सेवकाई करूं। അങ്ങനെ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2015 എനിക്ക് നോർത്ത് ഇന്ത്യയിൽ തന്നെ ഒരു വിവാഹാലോചന വരുവാനിടയായി. तो वैसा मैं प्रार्थना करती थी, तो उसी बीच में मुझे नॉर्थ इंडिया से ही मुझे एक शादी का रिश्ता आया। അങ്ങനെ ഞങ്ങളുടെ വിവാഹം ഫിക്സ് ആയി. അജിത് പാസ്റ്റർ 2-3 ദിവസം മുന്നത്തെ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത അജിത് പാസ്റ്ററുമായിട്ടുള്ള വിവാഹം കഴിയുവാനിടയായി. वैसे ही मेरा शादी जो है अजित पास्टर के साथ मेरी शादी हो गई। അങ്ങനെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പും നടത്തിപ്പും ഒക്കെ ഇതുവരെ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങളിപ്പോ 4.5 വർഷമായിട്ട് രാജസ്ഥാനിലെ ആസ്പൂർ എന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നു. वैसे परमेश्वर की दया महाकरुणा हमारे साथ में थी। हम अभी राजस्थान में आसपुर नामक जगह पर परमेश्वर की सेवकाई कर रहे हैं। ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദാനമായി 2 കുഞ്ഞുങ്ങളെ തന്നു. हमारी माता हमारे साथ है। परमेश्वर ने हमें 2 संतान परमेश्वर ने दान में दिया। വലിയ മോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കുഞ്ഞു മോൾ LKG പഠിക്കുന്നു. बड़ी बेटी 1ली क्लास में है और छोटी बेटी LKG में है। ഇവിടെ ഞങ്ങള് എന്താ പറയുന്ന ഒരു മെഗാ മിനിസ്ട്രി ഒന്നും ചെയ്യുന്നില്ല. हम यहाँ पे कोई बड़ा मेगा मिनिस्ट्री तो नहीं कर रहे हैं। ഞങ്ങൾ രണ്ടുപേരും സ്കൂളിലെ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. हम दोनों स्कूल के टीचर्स जैसा काम करते हैं। അതോടൊപ്പം ഇവിടെ ഞങ്ങൾക്ക് ഉള്ള കോണ്ടാക്റ്റിൽ ഞങ്ങള് കാണുന്ന പറഞ്ഞാൽ ഒരു ദിവസം കാണുന്നവരോടല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞങ്ങൾക്ക് സുവിശേഷം പറയുവാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനോട് സുവിശേഷം പറയുവാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ചുറ്റുപാട്